ഈ ഒരു പ്രോഗ്രാമിന്റെ രണ്ടാം സെഷൻ നമ്മൾ പറഞ്ഞ മൊത്തത്തിൽ 4 സെഷനാണ് ഉള്ളത്. സെഷൻ 1, 2, 3 അത് ക്ലാസ് ആണ്. സെഷൻ 4 ലൈവ് ഓണ്ടർപ്രണർഷിപ്പ് ഇന്ററാക്ഷൻ ആണ്, ഓണ്ടർപ്രണറുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ സെഷൻ 2 നമ്മൾ കിടക്കുകയാണ്. നമ്മൾ അധികം സമയം കളയുന്നില്ല ഇതിനു വേണ്ടി, നമുക്ക് കറക്റ്റ് സമയത്ത് നിർത്തണം. അതുകൊണ്ട് തന്നെ സെഷൻ 2 എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? പാർട്ട് 1 മൈ ഓണ്ടർപ്രണറിയൽ സെൽഫ്, ഇതൊരു ആക്ടിവിറ്റിയാണ്. എൻ്റെ ഓണ്ടർപ്രണറിയൽ ആയിട്ടുള്ള എൻ്റെ സംരംഭത്വ അസ്തിത്വം എന്താണ്. രണ്ടാമത് നമ്മൾ പാർട്ട് 2 ചെയ്യുന്നത് ഓണ്ടർപ്രണറിയൽ ഐഡിയാസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരാം. നമ്മോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്താ, ഈ ഐഡിയാസ്, നമ്മൾ ഐഡിയാസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നടപടികൾ എടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം ആക്ടിവിറ്റി ടൈമില് മൈ ഓണ്ടർപ്രണറിയൽ സെൽഫാണ്. ആ ഓണ്ടർപ്രണറിയൽ സെൽഫിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്തിനാണ് ഒരു ഓണ്ടർപ്രണർക്ക് സെൽഫ് അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? ഇപ്പൊ ഞാനൊരു സംരംഭകനാകാൻ തീരുമാനിച്ചുവെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അതിന് ഒരു ആവശ്യമുണ്ടോ? ഞാൻ ഒരു ഓണ്ടർപ്രണർ ആകാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ എന്നെക്കുറിച്ച് സ്വയം അവബോധമുള്ളൊരു മനുഷ്യനായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? എനിക്ക് ഐഡിയാസ് ഉണ്ട്, ഞാൻ ആ ഐഡിയാസ് കുറിച്ച് ചെയ്യിപ്പിച്ചാൽ പോരെ? എനിക്ക് എന്നെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് അവബോധം ഉണ്ടാക്കി എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് നോക്കാം. നമുക്കറിയാം. അഖിൽ, പ്ലീസ് മൂവ്. ഓക്കെ, ഗോ. നെക്സ്റ്റ് സ്ലൈഡ്. ഗോ ഫോർവേഡ്. അഖിൽ, അടുത്ത സ്ലൈഡ്, മുമ്പോട്ട് പോട്ടെ. അടുത്ത സ്ലൈഡ്. നമുക്ക് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകാം. ആ വെല്ലുവിളികളെ നമ്മൾ ഓവർകം ചെയ്യണം. ആണോ? നമ്മൾ പരാജിതരാകുകയല്ല. നമ്മുടെ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ആ പരാജയത്തിനെ കീഴടങ്ങാതെ ആ പരാജയങ്ങൾ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റുക? നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ബോധ്യം ഉണ്ടാകുക. സാധാരണയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ വീട്ടോടത്തൊക്കെ ഒരുപാട് ബിസിനസ്സുകൾ ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് നാൾ കാണുമ്പോൾ കാണത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ്, പരാജയിതരായി പോകും. അവർ ആ പരാജയത്തിന് മുമ്പിൽ അടിപതറി പോകുന്നവരാണ്. പക്ഷെ ഓരോ പരാജയം എന്താണ്, അതിനെ എൻകൗണ്ടർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അതിനെ പഠിച്ച് മുന്നോട്ട് കയറി പോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള വഴികൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങിയിട്ട് അത് വിജയിപ്പിച്ചവര് നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിയേ, അവർ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ അനുഭവിച്ചവരാണ്. ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് പഠിച്ചവരാണ് ജീവിതത്തിൽ വലിയ വിജയികളായി തീർന്നിരിക്കുന്നത്. നമുക്ക് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം കുട്ടികളോട്. ഉദാഹരണങ്ങളായിട്ട് പറയുവാണെങ്കിൽ തോമസ് ആൽവ എഡിസൺ എത്രയോ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടാണ്, എത്ര പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന നമുക്കിവിടെ പ്രകാശത്തിന് ബൾബുകളൊക്കെ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ പരീക്ഷണശാല ഒരിക്കലും പൂർണ്ണമായും കത്തി നശിച്ചു പോയിട്ടുണ്ട്. സർവ്വം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനാണ്. പക്ഷെ അവിടെ നിന്നെല്ലാം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന് വിജയം വെട്ടിപ്പിടിച്ച ആളാണ് തോമസ് ആൽവ എഡിസൺ. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു യഥാർത്ഥ സംരംഭകനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു സ്കിൽ സെറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരുന്നു. അത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ നീഡ്, ജനങ്ങളുടെ നീഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ പരാജയം വന്നു കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ഐഡിയാസിനെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ ഉപേക്ഷിച്ച് വേറെ വഴിക്ക് വ്യതിചലിച്ചു പോകുന്നവരായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ കുട്ടികളോട് പറയണം, നമ്മൾ വെല്ലുവിളികളെ അതിജീവിക്കണം. പരാജയങ്ങളുടെ മുമ്പിൽ അടിപതറി പോകാൻ പാടില്ല. ഓക്കെ, ഒരു ഓണ്ടർപ്രണറുടെ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാർട്ടപ്പിന്റെ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓണ്ടർപ്രണറുടെ ഹാർട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഓണ്ടർപ്രണർക്ക് തന്നെ കുറിച്ച് തന്നെ, തൻ്റെ കഴിവുകൾ, തൻ്റെ ലിമിറ്റേഷൻസ്, തൻ്റെ ലക്ഷ്യങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. അത് തൻ്റെ സ്ട്രെങ്ത് എന്താണ്, തൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, തൻ്റെ പാഷൻ എന്താണ്. ടീച്ചിങ് നിങ്ങളുടെ പാഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ടിരിക്കുന്നത്, ആണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ടീച്ചിങ് പാഷനായിട്ടുള്ളവർക്ക് മാത്രമേ ഒരു ടീച്ചറായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമുക്കറിയാം, നമ്മുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ടീച്ചറായി പോയവരുണ്ട്. ഇല്ലെങ്കിൽ ചിലരൊക്കെ ടീച്ചിങ് ഫീൽഡിലേക്ക് വരുന്നതിനായതുകൊണ്ട് കുട്ടികളെ നോക്കാം, നല്ല സമയമാണ്. അതുകൊണ്ട് കുട്ടിയുടെ കാര്യം നടക്കും, വീട്ടിലെ കാര്യം നടക്കും എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ഇവിടെ ബാംഗ്ലൂർ ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. എല്ലാവരും IT ഫീൽഡിൽ പഠിച്ചിറങ്ങിയവരാണ്. പക്ഷെ കൂടുതലായിട്ടും വന്ന് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളുകളോടൊക്കെ ജോലി ചെയ്യുന്നവര് IT ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് നടക്കുന്നവരാണ്. IT പിടിച്ച് കുറെ നാള് ഏതെങ്കിലുമൊക്കെ കമ്പനിയിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മടുത്തു, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി, അതിനുശേഷം ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നേക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത്, ലിമിറ്റേഷൻസ്, അതിന്റെ പാഷൻ, ഒരു കാര്യത്തിന് വേണ്ടിയുള്ള അതിയായ ആഗ്രഹം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, സന്തോഷം. നെക്സ്റ്റ് വൺ. അപ്പം നമ്മൾ ഈ മൈ ഓണ്ടർപ്രണേറിയൽ സെൽഫ് എന്ന് പറയുന്നതിനകത്ത് ഒരു ആക്ടിവിറ്റി നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയണം, അത് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അത് അവരെ കൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരത് ഫ്രീ ആയിട്ട് എഴുതണം. ഒരു 3-4 മിനിറ്റ് എടുക്കാം. ഓരോ ക്വസ്റ്റിനും ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന് ആൻസർ എഴുതാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് കൊടുക്കണം. ആ 3-4 മിനിറ്റിനുള്ളിൽ അവരെന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതണം. അവരോട് പറയണം, അത് വളരെ ഫ്രീ ആയിട്ട് എഴുതണം. ഇതൊരു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ബേർഡൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. വളരെ ഫ്രീ ആയിട്ട് അവരുടെ മനസ്സിൽ എന്ത് തോന്നിയോ, അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, പക്ഷെ അവർക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഇതൊരു ടെസ്റ്റ് ഒന്നുമല്ല. ഇത് എന്തിനാണ്? നമ്മളെ കുറിച്ച് തന്നെ അറിയാനുള്ള ഒരു ടെസ്റ്റാണ്. ഇത് എഴുതി കഴിയുമ്പോൾ അവർക്ക് അത് വായിച്ചു നോക്കുമ്പോൾ അവർക്ക് തോന്നും, ഞാൻ ഇങ്ങനെയൊക്കെയാണോ, അല്ലെ എനിക്ക് ഇതായിരുന്നോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവരോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അത് ടീച്ചേഴ്സ് ചോദിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്കൊന്ന് ആൻസർ പറയാൻ പറ്റുമോ? ഒന്ന് ശ്രമിക്കാവോ? നമുക്കൊരു ഉദാഹരണം നോക്കാം. എല്ലാവരും റെഡിയാണോ? അവിടെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. യെസ്, റെഡിയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ടു യു? വാട്ട് ആർ യുവർ പ്രയോറിറ്റീസ്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്തിനാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പ്രയോറിറ്റൈ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേർതിരിക്കുന്നത്? ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്ന് ആലോചിച്ചിട്ട് ടീച്ചേഴ്സിനൊന്ന് പറയാൻ പറ്റുമോ? ഒരു 2 മിനിറ്റ് തരാം. നമുക്ക് 3 മുതൽ 4 മിനിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അത്ര സമയം വേണ്ട. എല്ലാവരും ഒന്ന് പറയണം. ഞാൻ എന്നിട്ട് ഇവിടുന്ന് ചോദിക്കും, എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നവരുടെ പേര് ഞാൻ ചോദിക്കും കേട്ടോ. അപ്പോൾ അവരെന്നോട് സംസാരിക്കണം. പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഇത് വളരെ ഫ്രീ ആയിട്ട് എഴുതാം. നമ്മൾ കുട്ടികളോട് പറഞ്ഞു വളരെ ഫ്രീ ആയിട്ട് എഴുതുക. ഇതൊരു ടെസ്റ്റ് അല്ല, ഇത് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒന്നാന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഈ ചോദ്യം ചോദിച്ചിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. റെഡി? ഓക്കെ, 2 മിനിറ്റ്. ഇപ്പം 6:22 6:23 6:25 ഞാൻ ചോദിക്കും. എല്ലാവരും എഴുതുവാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പരസ്പരം കാണാത്തതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ടു യു? വാട്ട് ആർ യുവർ പ്രയോറിറ്റീസ്? ഒന്ന് നോക്കുക. നമ്മൾ കുട്ടികളോട് പറയേണ്ടതാണ്, ചോദിക്കേണ്ടതാണ്. അപ്പം കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ എപ്രകാരം നമ്മൾ ചോദിക്കുമ്പോൾ അവർ എഴുതും എന്ന് നമ്മൾ ചിന്തിക്കണം. അടുത്ത ദിവസം നിങ്ങളാണ് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്.
എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഒരു എസ് അയക്കാവോ ആരെങ്കിലും? നമ്മളിപ്പം ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഏകദേശം എല്ലാവരുടെയും പ്രയോറിറ്റി ഒന്ന് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ താല്പര്യം എടുക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബോധറാകുന്നത് ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും. കാരണം നമ്മളെല്ലാം സീനിയേഴ്സാണ്. നമുക്ക് നമ്മുടെ കുടുംബവും കുട്ടികളും ഒക്കെ വേണ്ട ബാക്കി എന്തോ ഉള്ളൂ. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസിനോട് നമ്മൾ ചോദിക്കുമ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടും. അവർക്ക് പലർക്കും പലതായിരിക്കും അവരുള്ളത്. അതെന്താണെന്ന് കേൾക്കാൻ വേണ്ടിയാ. അത് കേൾക്കുമ്പോൾ അവർ പറയുമ്പോൾ ഇപ്പൊ ഈ 30 കുട്ടികളുണ്ടെങ്കിൽ ക്ലാസ്സിൽ അതിനകത്ത് 30 പേരുടെയും ചിലപ്പോൾ 30 ആയിട്ടുള്ള ആശയങ്ങളായിരിക്കാം. ഓക്കെ, നമ്മുടെ സമയമായി. അപ്പം ആരാ പറയുന്നേ? ആരെങ്കിലും ഒന്ന് മുമ്പോട്ട് വരാവോ? ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് വരാവോ? വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ടു യു? വാട്ട് ആർ യുവർ പ്രയോറിറ്റീസ്? ആരുണ്ട്? Anybody, please? Hello. Hello, hello. So first one, reputed job and position in society. Okay. Second, Very good. balancing the needs of family and work. Yes. Yeah. Good Very working good. Very atmosphere. Keeping up my passion. Okay. And able to live a peaceful life. Very good. Very good. Okay. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു വിജിത ടീച്ചർ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരും വരുന്നില്ല. ശരി. അപ്പൊ നമ്മൾ ഇതാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കണം. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കണം. എഴുതിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അവരോട് ചോദിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ എഴുതിച്ച് ഒരാളെ കൊണ്ട് പറയിപ്പിച്ചത്. അത് കാരണമല്ല, നമ്മൾ എഴുതിക്കുക. അതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ഓണ്ടർപ്രണറിയെ സെൽഫ് മനസ്സിലാക്കാനാണ്. നമുക്കുള്ള സംരംഭത്വ സെൽഫ് എന്താണ് നമ്മുടെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് എഴുതിപ്പിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് യുവർ ട്രൂ കോളിംഗ്? എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വിളി? എന്നിട്ട് നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല മേഖലകളിലും എത്തപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടീച്ചിങ് ഫീൽഡിൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ടീച്ചറായിട്ടുള്ളത് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ടോ ആയിരിക്കാം. പക്ഷെ എൻ്റെ ആഗ്രഹം അതായിരുന്നില്ല. എനിക്കറിയാം ചിലരൊക്കെ ടീച്ചർ ജോലിയിലേക്ക് ജോലി കണ്ടിരുന്നു. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊരു നേഴ്സ് ആകാനാണ് ആഗ്രഹം. പക്ഷെ വീട്ടിൽ സമ്മതിച്ചില്ല. പാഷൻ അവിടെ കിടക്കുന്നു. അപ്പൊ ട്രൂ ആയിട്ടുള്ള നിങ്ങളുടെ വിളി എന്താണ്? കുട്ടികളോട് ചോദിക്കണം. അതൊക്കെ അവരൊരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ചിന്തിക്കുന്നത്, എന്താണ് എൻ്റെ വിളി? അല്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അവർ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമായിരിക്കാം. അവർക്ക് ചിന്തിക്കാൻ ഒരു 4-5 മിനിറ്റ് കൊടുക്കുക. അവർ ഫ്രീ ആയിട്ട് ഇന്ന് എഴുതട്ടെ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ യുവർ വൈൽഡസ്റ്റ് ഹോപ്സ് ആൻഡ് ഡ്രീംസ്? നിങ്ങളുടെ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ എന്താണ്? അല്ലെങ്കിൽ വൈൽഡ് ആയിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ഉണ്ടായിരിക്കാം. അവർക്ക് എഴുതാനുണ്ടായിരിക്കാം, പറയാനുണ്ടായിരിക്കാം. അവർ എഴുതട്ടെ. അത് നമ്മൾ ചോദിക്കണം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഓണ്ടർപ്രണർ ഏരിയ സെൽഫ് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ വാട്ട് ഡു യു നീഡ് ടു വർക്ക് ഓൺ? വാട്ട് ആർ യുവർ വീക്ക്നെസ്? ഞാൻ കുറച്ചും കൂടെ
ഡെവലപ്പ് ആകാൻ വേണ്ടി എനിക്ക് അതിന്മേൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡെവലപ്ഡ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. നീഡ് ടു വർക്ക് ഓൺ. എന്തിനാണ് ഞാൻ ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ പരിമിതികൾ എന്ത്, എൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? നമ്മൾ അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മേ ബി ഇറ്റ്സ് മേക്കിംഗ് എ ബഡ്ജറ്റ് ആൻഡ് സ്റ്റിക്കിംഗ് ടു ഇറ്റ്. നമ്മൾ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മൈ ഓണ്ടർപ്രണീരിയൽ സെൽഫാണ്. എനിക്കൊരു സംരംഭകനാകാൻ വേണ്ടി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ള മേഖല ഏതാണ്, അല്ലെങ്കിൽ എൻ്റെ പരിമിതികൾ എന്താണ്, എൻ്റെ പോരായ്മകൾ എന്താണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇമാജിൻ യുവർ സെൽഫ് 50 years ഫ്രം നൗ. നിങ്ങൾ 50 വയസ്സുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ടോക്കിംഗ് ടു സമ്മൺ യുവർ ഓൺ ഏജ്. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്ത് പ്രധാനപ്പെട്ട 3 അഡ്വൈസ് ആണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു ചിന്തിക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇത്ര 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അവരോട് ചോദിച്ചു. 5 ക്വസ്റ്റ്യൻസ് നമ്മൾ 5 മിനിറ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ അവർ എഴുതി കഴിഞ്ഞ് ഇവർ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ഇവർ എഴുതിയ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യിപ്പിക്കണം. ആസ് എ ക്ലാസ് റൂമിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അത് ഡിസ്കസ് ചെയ്യണം. അതിനൊരു 10 മിനിറ്റ് കൊടുക്കുക. ഒരൊറ്റ കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവരെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും, അത് പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. കൊടുത്തിരിക്കുന്നവർക്ക്, അവരുടെ കൂട്ടുകാർക്ക് ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് ഞാൻ കരുതുന്ന ഒരു കാര്യം ഞാൻ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയും, ഇല്ല നിനക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സ്കിൽസ്, അവരുടെ കഴിവ് എന്താണെന്നുള്ളത് ചിലപ്പോൾ നമ്മളെ ഇത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അപ്പൊ അതിനുള്ള ഒരു വേദി കൊടുക്കുക. അതിനകത്ത് 2, 3, 4 പേരെ വിളിച്ച് അവരെ കൂടെ ഷെയർ ചെയ്യിപ്പിക്കുക. അതുമേല് ഡിസ്കസ് ചെയ്യിക്കുക. ഓക്കെ. പാർട്ട് 2. ഹൗ ടു കം അപ്പ് വിത്ത് ഓണ്ടർപ്രണീരിയൽ ഐഡിയാസ്. എങ്ങനെയാണ് നമുക്ക് ഓണ്ടർപ്രണീരിയൽ ഐഡിയാസ് കൊണ്ടുവരാൻ സാധിക്കുക? നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ കാണാം, നമുക്കൊരു വീഡിയോ കാണാം. നിങ്ങളെല്ലാം കണ്ടിരുന്നോ? വീഡിയോ കണ്ടിരുന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദ ചേക്കുട്ടി സ്റ്റോറി കണ്ടിരുന്നോ? കണ്ടിരുന്നെങ്കിൽ ഒരു യെസ് വല്ലതും പറയാവോ? യെസ്. എത്ര പേര് കണ്ടിട്ടുണ്ട്? എല്ലാരും കണ്ടോ? നമുക്ക് കറക്റ്റ് സമയത്ത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമുക്കിനി ഒരു മണിക്കൂറേ ഉള്ളൂ, 1 മണിക്കൂറില്ല. അപ്പോഴത്തേക്കും കണ്ടിട്ടുള്ളവര് പറയാവോ? എന്നാ ഈ വീഡിയോ കണ്ടിട്ടുള്ള അതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയാവോ? ഒന്ന് വിശദീകരിക്കാവോ ഒരാൾ? എന്തായിരുന്നു ഈ വീഡിയോ? ആർക്ക് പറയാം? പ്ലീസ് എന്നെ വിളി. ആരെങ്കിലും ഒന്ന് വോളണ്ടിയർ ചെയ്തേ. ഈ വീഡിയോ എന്താ പറയുന്നത്? ആരും ഒന്നും പറയുന്നില്ല. മേക്കിംഗ് ടോയ്സ് ഔട്ട് ഓഫ് വേസ്റ്റ്. ആ വേസ്റ്റ് എന്ന് പറയാൻ കാരണമുണ്ടല്ലേ? നിങ്ങൾ എല്ലാവരും വീഡിയോ, നമുക്ക് ഈ നമ്മുടെ ക്ലാസ്സുകളിൽ ഈ വീഡിയോ കാണിക്കണം കുട്ടികളെ. കുട്ടികളെ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണിക്കണം. എല്ലാ വീഡിയോസും കാണിക്കണം. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വീഡിയോ ബേസ് ചെയ്ത് നമ്മൾ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ ഓണ്ടർപ്രണീരിയൽ ഐഡിയാസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. ദ ചേക്കുട്ടി സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ സംഭവിച്ചാണ്?
സമയത്ത് 2018 വെള്ളപ്പൊക്കം മൂലം അവിടുത്തെ തറികൾ ഒരു തറി മുഴുവൻ നശിച്ചു പോയി അല്ലെ, തറികൾ മുഴുവൻ നശിച്ചു പോയി അല്ലേ, കൈത്തറി. അവര് പ്രളയം അത് തന്നെ 2018 എന്നിട്ട് അവരെന്ത് ചെയ്തു, ആ തറി അവിടെ നശിച്ചു പോയ ഡ്രസ്സുകൾ, ഒരുപാട് തുണികളുണ്ടായിരുന്നു, ആ തുണികളെല്ലാം കൂടെ അവരെന്ത് ചെയ്തു, ഉപയോഗശൂന്യമായി പോയി, ചെളി മൂലം പിടിച്ചു പോയില്ലേ, ഉപയോഗശൂന്യമായി പോയ സാധനങ്ങളെല്ലാം കൂടെ കത്തിച്ച് കളയാൻ പ്ലാൻ ചെയ്തു. ഈ കൈത്തറി മേഖലയിൽ അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, സഹകരണ സംഘം, അതിന്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവർ തീരുമാനിച്ചത് കത്തിച്ച് കളഞ്ഞേക്കാം. പക്ഷേ എങ്കില് അവര് കത്തിക്കാൻ പ്ലാനൊക്കെ ചെയ്തു, കാരണം അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. അപ്പോഴാണ് ശാലിനി എന്ന് പറയുന്ന ഒരു ഡിസൈനറും പിന്നെ വേറെ ഒരാളും കൂടെ, ഒരു എന്താണ് പാർവതി മേനോൻ, അങ്ങനെ ഒരു വ്യക്തിയും കൂടെ രണ്ടുപേരും കൂടി ഒരു ഐഡിയയുമായിട്ട് മുമ്പോട്ട് വരുന്നത്. എന്താണ് ആ ഐഡിയ? അതൊരു ഓണ്ടർപ്രണറിയൽ ഐഡിയ ആയിരുന്നു. അവര് ഈ വേസ്റ്റ് ആയിപ്പോയ അല്ലെങ്കിൽ ഈ ഉപയോഗശൂന്യമായി പോയ തുണികളിൽ നിന്ന് ചെറിയ ഒരു ഡോളിനുണ്ടാക്കി. ചെളിക്കകത്തുനിന്ന് പൊങ്ങി വന്നതുകൊണ്ട് ചേക്കുട്ടി എന്നൊരു പേര് കൊടുത്തേക്കുന്ന ബിഹൈൻഡ് സ്റ്റോറിയൊക്കെ ഉണ്ട്. അപ്പം ആ ചെളിക്കകത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന തുണികളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത അത് തന്നെ ചേക്കുട്ടി ഡോള്. ആ ചേക്കുട്ടി ഡോള് എന്ത് ചെയ്തു, അവര് ഉണ്ടാക്കാൻ തുടങ്ങി, ഉണ്ടാക്കി അത് വിൽപ്പന ആരംഭിച്ചു. നഷ്ടപ്പെട്ടു പോകാമായിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ മുതല് ഈ ഒരു ബിസിനസ് ആശയത്തിലൂടെ, ഐഡിയയിലൂടെ അവരെന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ലാഭം ഉണ്ടാക്കി. അത് നിങ്ങൾ ആ വീഡിയോ കാണണം, വീഡിയോ കണ്ടിട്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് ഓണ്ടർപ്രണറിയൽ ഐഡിയാസ് എന്ന് പറയുന്നത്. അത് കത്തിച്ചു കളയല്ല ചെയ്യുന്നവര്. അവര് ശാലിനി എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അത് കണ്ടപ്പോൾ തോന്നിയൊരു ഐഡിയ, ആ ഐഡിയ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം കണ്ടു, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ് അവിടെ ചെയ്തല്ലേ, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, അത് ഒരു നീഡാണ് ആ വ്യക്തിക്ക് തോന്നിയപ്പോൾ അതിൽ നിന്ന് വന്നൊരു യുണീക്ക് ഐഡിയ ആണത്. വേറെ ആരും അത് ചെയ്യാൻ തീരുമാനിച്ചില്ലല്ലോ. ഇവിടെ ചേക്കുട്ടി സ്റ്റോറി ഈസ് ആൻ ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണറിയൽ ഐഡിയ ഓഫ് എ പ്രൊഡക്റ്റ്. അപ്പൊ വേറെ ആർക്കും ചെയ്യാൻ തോന്നാത്ത ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ. അവര് ഒരു സാരി വിറ്റിരുന്നത് ഒരു പക്ഷെ അവർക്ക് 1200 അല്ലെങ്കിൽ 1500 800 രൂപ കിട്ടത്തുള്ളൂ. പക്ഷെ അവർ ഒരു സാരിയിൽ നിന്ന് ഈ ഉണ്ടാക്കി എടുത്തപ്പോൾ 1000 രൂപ വരെ കിട്ടി. വേസ്റ്റ് ആയി പോകുന്ന സാധനം. അതാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നത്. അപ്പം നമ്മൾ ഇത് ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കണം, വാട്ട് പ്രോബ്ലം വീവേഴ്സ് വർ ഫേസിങ്, എന്താണ് വീവേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലം കുട്ടികളോട് ചോദിക്കണം നമ്മൾ. അതിന്റെ മുമ്പിലത്തെ സ്ലൈഡ് അഖിൽ, പ്രീവിയസ് വൺ, വാട്ട് പ്രോബ്ലം ഫ്ലഡ് ഹാസ് കോസ്റ്റ് ടു ദ ഫാബ്രിക്. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ അവരോട് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കണം. എന്ത് പ്രശ്നമായിരുന്നു ആ അടവടത്തിന് ശേഷം ആ തുണികൾക്ക് ഉണ്ടായത്, എന്തുകൊണ്ടാണ് അവരത് ആ തുണികൾ കത്തിച്ചു കളയാതിരുന്നത്. ശാലിനി എന്ന് പറഞ്ഞ ഡിസൈനർ ആൻഡ് ടീം എന്താണ് അവിടെ എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്തത്, എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് അവർ അതിലൂടെ കണ്ടത്, എന്തായിരുന്നു പ്രൊഡക്റ്റ് ഐഡിയ, ചേക്കുട്ടി എങ്ങനെയാണ് ഇത് നിലവിൽ വന്നത്. എന്ത് മീഡിയ ആണ് അവർ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ് അവർ ഈ ചേക്കുട്ടി ബാവുകൾ വിറ്റഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. എത്രമാത്രം രൂപയാണ് ഒരു സാരിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അത് അല്ലെങ്കിൽ അത് ആ സാരി വിറ്റാൽ കിട്ടാമായിരുന്നതും അത് കത്തിച്ചു കളയാതെ ഈ പാവ ഉണ്ടാക്കിയ വീട്ടിൽ എത്രയാണ്. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ അവർക്ക് ഇട്ട് കൊടുക്കുക. അവർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ ചോദ്യങ്ങൾ അവരോട് നമ്മുടെ കുട്ടികളോട് നമ്മൾ ചോദിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്, ചേക്കുട്ടി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണറിയൽ ഐഡിയ ആണ്. വേറെ ആരും ചിന്തിക്കാത്ത അല്ലെങ്കിൽ മറ്റാർക്കും തോന്നാതിരുന്ന ഒരു ഐഡിയ, അത് യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ. അത് ജനങ്ങളുടെ ആവശ്യത്തെ അഡ്രസ് ചെയ്തു, അവരുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്തു. അങ്ങനത്തെ ഒരു ഐഡിയ ആണത്. എന്നിട്ട് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ശരി, അപ്പൊ നമ്മൾ കണ്ടു ഓണ്ടർപ്രണറിയൽ ഐഡിയാസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടു, നമ്മളൊരു വീഡിയോയും കണ്ടു. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാം 5 ways, 5 രീതിയിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഐഡിയാസ് ഉണ്ട് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും, ചെയ്യാം. 5 രീതിയിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസ് ഐഡിയാസിനെ ഡെവലപ്പ് ചെയ്യാം. എങ്ങനെയൊക്കെയാ?
നമ്മുടെ ഏത് മേഖലയിലാണ് നമ്മളെ സന്തോഷം ഇല്ലാതായിരിക്കുന്ന അവസ്ഥ? വേർ ആൻഡ് ഇൻ വാട്ട് ഏരിയസ് യു ആർ അൺഹാപ്പി ഇൻ ദ കോഴ്സ് ഓഫ് എ ഡേ? നോക്കുക, നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാമോ നമ്മൾ അൺഹാപ്പിനെസ് ആയിരിക്കുന്നു, നമുക്ക് സന്തോഷമില്ലായ്മ അനുഭവപ്പെടുന്നു, അവിടെയെല്ലാം എന്തുണ്ടെന്നാ പറയുന്നത്? ഒരു ബിസിനസ് ഐഡിയ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതെല്ലാം മനുഷ്യർ അൺഹാപ്പി ആണോ അവിടെ എല്ലാം ഒരു ബിസിനസ് ഐഡിയ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ശരിയായ ഓണ്ടർപ്രണറുടെ മിടുക്ക്. നമ്മുടെ സമൂഹത്തിൽ എവിടെയെല്ലാം മനുഷ്യര് അൺഹാപ്പി ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലയോ, അവിടെ ഒക്കെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? നമുക്കുള്ള ഒരു കഴിവ്, ആ കഴിവ് നമ്മൾ കൊടുത്തു കഴിയുമ്പം ജനങ്ങൾ നമുക്ക് വേണ്ടി ആ കഴിവ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ നമ്മൾ പേ ചെയ്യുന്നതാണ്. എന്റെ കഴിവ്, ഞാൻ ഈ കഴിവ് വിറ്റാൽ എനിക്ക് പേ ചെയ്യും. എന്താണ്? ഞാൻ എന്തിലാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്? എന്താണ് എന്റെ ഏറ്റവും വലിയ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര സ്മാർട്ടാണ്, നമുക്കില്ലാത്ത കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞങ്ങൾ ഇന്ന് വേറെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മള് അത് +2 കുട്ടികൾക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത്, +1 കുട്ടികൾക്ക്. അപ്പൊ അവരുടെ ബിസിനസ് ഐഡിയാസ് പറയാൻ പറഞ്ഞപ്പോൾ എന്തുമാത്രം ബിസിനസ് ഐഡിയാസ് അവർ പറഞ്ഞത്. ഞാൻ അത് കേട്ടിട്ട് ഞാൻ തന്നെ തല മരച്ചിരുന്നു പോയി. കാരണം അങ്ങനെ ചിന്തിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അവർ പറയുന്ന ബിസിനസ് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഐഡിയാസ് ആണ് പറയുന്നത്. അപ്പം ഞാൻ എന്താണ്, എനിക്ക് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ ഭയങ്കര നല്ലതാണെങ്കിൽ ഞാൻ അത് വിറ്റാൽ, അതെന്റെ സ്കില്ലാണ്, ഞാനത് വിറ്റാൽ എനിക്ക് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മൈ ബിസിനസ് ഐഡിയ, ഓൺട്രപ്രണറിയൽ ഐഡിയ. വൈ കാണ്ട് ഐ സ്റ്റാർട്ട് ഇറ്റ്? എന്റെ പാഷൻ ഇതാണ്, ഞാൻ അതിനുവേണ്ടിയാണ് അത് ചെയ്യാനേ എനിക്ക് ആഗ്രഹമുള്ളൂ. ചെയ്യുക, അത് ചെയ്യുക. ഏത് സ്കില്ലാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്? അത് ഉപയോഗിച്ച് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ചോദിക്കുക കുട്ടികളോട്. മൂന്നാമത്, എങ്ങനെയാണ് നമുക്ക് ബിസിനസ് ഐഡിയ ഉണ്ടാക്കാൻ പറ്റുന്നത്? ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ. ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന ഒരു ഐഡിയ നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്തായിരിക്കും ഒരു പ്രശ്നം, അതിനെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അങ്ങനത്തെ ഒരു ഐഡിയ, അതൊരു ബിസിനസ് ആയിരിക്കാം. നോക്കൂ, ഇവിടെ അടുത്തൊരു വീഡിയോ ആണ്. ഒരു പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയയുമായിട്ട് വെറും 23 വയസ്സുള്ള 2 വിദ്യാർത്ഥികൾ അവർ കടന്നു വന്നു. ഇത് വെറും ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്ലേ ചെയ്യാമോ അഖിൽ? അലോയിസൽ സോൾവിങ് എ പ്രോബ്ലം. പ്രശ്നത്തെയാണ്. ഓക്കെ, പ്ലേ ചെയ്യൂ. അഖിൽ, അത് പ്ലേ ചെയ്യാമോ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അഖിൽ ആ വീഡിയോ പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സാർ കേൾക്കുന്നില്ലേ? അഖിലിന്റെ സൗണ്ട് കേൾക്കാം, പക്ഷെ വീഡിയോ കാണത്തില്ല. വീഡിയോ കാണുന്നില്ല? ഇല്ല. Hello everyone, this is Naveen Suman. And this is Nimisha Verma from Aloeasal Private Limited. Talking about the problems we face in India are... So 97% of the raw material used in dry cell batteries are imported from different countries, which levies a high pressure of
$149 billion on Indian economy. Also, we remove these batteries from the used devices when 20 to 30% of its potential is still left. As a result, when thrown into dustbins, they end up into landfills, causing a lot of air, water, and soil pollution, and also entering into our food chains, causing a lot of diseases. Therefore, as a solution, we at Alo eCell Have created world's first 100% eco-friendly, non-hazardous, double A size 1.5 volt battery using aloe vera. and these aloe vera batteries are an alternative to the deadly hazardous Ricel batteries we have been using since ages in our remote controls, clocks, toys, flashlights, etc. And the best part is that These batteries are 10% cheaper and 1.5 times more durable than existing batteries. thank you so Thank much. you. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞെന്താണ്, ഒരു ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം എന്ന് പറഞ്ഞല്ലേ. അപ്പം ഇപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ കാണിച്ചു കൊടുത്തു, കുട്ടികളോട് കാണിച്ചു കൊടുത്തു, ഇതുപോലെ എന്തെങ്കിലും ഒരു ഐഡിയ മറ്റു നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ എന്ന് നമ്മൾ ഇതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. നോക്കൂ, ഇവിടെ 21 വയസ്സുള്ള ഇവര് കോളേജ് വിദ്യാർത്ഥികളാണ്. അവർ കണ്ടുപിടിച്ചത്, അവര് ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ട് കൊണ്ടുവന്നതാണ് അലോയ് ഈസെല്ല്, അലോവേര ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബാറ്ററിയാണ്. അവരെന്തുകൊണ്ടാണ് ഈ ബാറ്ററി പ്രൊമോട്ട് ചെയ്തത്? കാരണം മറ്റുള്ള ഡൈസെൽസിനകത്തോടെ എല്ലാം ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. അവർക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിച്ചെറിയുന്നു, പ്രകൃതിക്ക് ദോഷമാണ്. അപ്പം ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി അവർ കണ്ടുപിടിച്ചിരുന്ന ഇതാണ്. ഇത് നാഷണലി ആൻഡ് ഇന്റർനാഷണലി ഭയങ്കര മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഒരുപാട് പ്രശംസയ്ക്ക് കാരണമായി തീരുകയും ചെയ്തിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. നോക്കൂ, ശരിക്കും ഇവര് യുണീക്ക് സംരംഭകരാണ് അല്ലെ, ഓണ്ടർപ്രണേഴ്സാണ്. അവരുടെ ഐഡിയ ആണത്, അവർ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഐഡിയ. എന്തിനു വേണ്ടി? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. എന്ത് പ്രോബ്ലമാണത്? പ്രകൃതിക്ക് ദോഷമായിട്ടുള്ള കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്ന ഒരു ഐഡിയ. ഇങ്ങനെയുള്ള ഐഡിയാസുമായിട്ട് നമ്മുടെ കുട്ടികൾ മുമ്പോട്ട് വരാൻ സാധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ബിസിനസ് ഐഡിയ ഓൾവേസ് ഷുഡ് ബി എ പ്രോബ്ലം സോൾവിങ് ഐഡിയാസ്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ കാണിച്ചതിന് ശേഷം കുട്ടികളോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എന്തായിരുന്നു ഈ പ്രോഡക്റ്റ് ഐഡിയ? ഹൗ ഇറ്റ് ഈസ് സോൾവിങ് എ പ്രോബ്ലം? അത് ചോദിക്കുക. പിന്നെ നമ്മൾ പറയുന്നത് അടുത്തത് ഒരു ബിസിനസ് ഐഡിയ ഏതാണ്ട് 5 ways ക്യാൻ തിങ്ക് ഓഫ് യുവർ ബിസിനസ് ഐഡിയ നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ജനങ്ങളുടെ ജീവിതം നമുക്ക് വളരെ ഈസിയർ ആക്കി മാറ്റാൻ സാധിക്കുമോ? നമുക്ക് ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മറ്റു വ്യക്തികളുടെ ജീവിതത്തെ എങ്ങനെ വളരെ ഈസി ഉള്ളതാക്കി മാറ്റാൻ സാധിക്കും, വളരെ ഈസിയാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ബിസിനസ് ഐഡിയ വന്നേക്കാം. എനിക്ക് എൻ്റെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള വ്യക്തികളുടെ ജീവിതം അതായത് സുഗമമാക്കണം. എൻ്റെ നാട്ടിലുള്ള പ്രായം ചെന്നവരുടെ ജീവിതങ്ങൾ കുറച്ച് സുഗമമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചാൽ പക്ഷെ എനിക്കൊരു ഐഡിയ കിട്ടാമായിരിക്കാം. അത് നമ്മുടെ കുട്ടികളോട് പറയണം. അങ്ങനെ വല്ല ഐഡിയ കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? കിട്ടും, നമുക്ക് കാണാം. അടുത്ത വീഡിയോ. സന്തോഷ്, അഖിൽ. സാർ ഇപ്പൊ പ്ലേ ചെയ്യാട്ടോ. फ्रेशरूम्स एक पब्लिक कन्वीनियंस स्टार्टअप है जिसमें कि हमने वर्ल्ड में पहली बार QR कोड बेस्ड एंट्री मैनेजमेंट सिस्टम लगाया हुआ है। हमने इंडिया में पहली बार स्मार्ट टॉयलेट शीट्स लगाई हुई हैं जो कि ऑटोमेटिक ओपन एंड क्लोज होती हैं, ऑटो फ्लश फैसिलिटी है। हमने UV लाइट्स लगा रखी हैं जिससे कि कोविड जैसे फैक्टर्स को हम कंट्रोल कर पाएँ। यहाँ पे एवरी यूज़ हम टॉयलेट्स को क्लीन करते हैं, मॉनेटाइजेशन अनलॉकिंग करते हैं। बिजनेस को बढ़ाने के लिए हम यहाँ पे और रेवेन्यू मॉडल्स हमने इसमें ऐड किए हुए हैं। फ्रेशरूम्स में आप मोबाइल ऐप बेस्ड पे यूज एंड रिडीम मॉडल का इस्तेमाल कर सकते हैं। फ्रेशरूम्स इनिशिएटिव स्वच्छ भारत मिशन में हमारा कंट्रीब्यूशन है। हमारी टीम काफ़ी मेहनत कर रही है नए नए इनोवेशंस को ऐड करने में, ताकि हम लोगों को बहुत इकोनॉमिक प्राइस पे ज़्यादा से ज़्यादा अच्छी फैसिलिटी दे पाएँ।
ഫ്രഷ് റൂംസ്. കണ്ടല്ലോ, ഒരു ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ വളരെ സുഗമമാക്കി മാറ്റാമെന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണിത്. നമുക്കറിയാം, ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയി നിങ്ങൾ തന്നെ ചിന്തിക്കൂ. നമ്മുടെ വീട്ടിൽ സ്ത്രീകളൊക്കെ ഉണ്ടല്ലേ, നിങ്ങൾ ഇല്ലാത്ത സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കയറണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടല്ലേ. പുരുഷന്മാരെ സംബന്ധിച്ചോളം കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്ത്രീയുടെ കാര്യമോ? ഇപ്പൊ നോക്കി, ജനങ്ങളുടെ ജീവിതം എങ്ങനെ സുഗമമാക്കാം എന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കിട്ടിയൊരു ബിസിനസ് ഐഡിയ. അത് ഫ്രഷ് റൂംസ്. അത് എന്താണ്, വാട്ടർലെസ് ആയിട്ടുള്ള UV റേസ് സംവിധാനമുള്ള മൊബൈൽ ആപ്പ് വഴി പ്രവർത്തിപ്പിക്കാവുന്ന, കൊറോണ ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഡോറൊക്കെ തള്ളി തുറക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആപ്പ് ഉണ്ടോ, അവിടെ ചെന്ന് നമ്മുടെ ആപ്പ് വഴി പ്രവർത്തിച്ച് കയറി പോകാവുന്ന പല മെത്തേഡ്സ്. ഇന്നോവേറ്റീവാണ്, യൂണിക്കായിട്ടുള്ള ഐഡിയ ആണ്. അങ്ങനത്തെ ഐഡിയാസ് കൊണ്ടുവരാൻ സാധിക്കും. ഇത് ചെയ്തത് ആരാ? ചെറുപ്പക്കാരാണ്. അതിന്റെ CEO കണ്ടല്ലോ. ഇപ്പൊ നമ്മളിവിടെ കാണിക്കുന്ന വീഡിയോക്കകത്തെല്ലാം ചെറുപ്പക്കാരാണ് ഇത് ചെയ്യുന്നത്. 13 വയസ്സും പോലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 10, 24, 25, 26 വയസ്സുള്ളവരാണ് ഈ ഐഡിയാസിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളോട് പറയുക, അവിടെ ഓണ്ടർപ്രണറിയൽ സെൽഫ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ബിസിനസ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ് ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്? 4ാമത്തെ കാര്യം, നമ്മുടെ ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നീഡ് ഫുൾഫിൽ ചെയ്യുന്നതായിരിക്കണം. എങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു 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 പ്രൊഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഒരു നീഡ് ഫുൾഫിൽ ചെയ്യുന്ന സാധനം. എന്താണ് ഒരു നീഡ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ നീഡ്? അതൊരു ആവശ്യകതയാണ് അല്ലേ? എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒക്കെയുടെ ആവശ്യകതയാണ് നീഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ നീഡ്? അപ്പൊ നീഡ് ഈസ് എ റിക്വയർമെന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, എസെൻഷ്യൽ ആണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ നീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബിസിനസ് ഐഡിയ എപ്പോഴും ഒരു ആവശ്യം നിറവേറ്റുന്ന ഒന്നായിരിക്കണം. അല്ലാണ്ട് നമ്മൾ ബിസിനസ് ഐഡിയ ആയിട്ട് പോയി എന്നെ ആവശ്യക്കാരില്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലെങ്കിൽ എന്നെ ബിസിനസ് നടക്കില്ല. സോ അത് എസെൻഷ്യൽ ആൻഡ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നോട്ട് റാദർ ദാൻ ജസ്റ്റ് ഡിസൈറബിൾ, പക്ഷെങ്കിൽ അത് എസെൻഷ്യൽ ആയിരിക്കണം, ഇമ്പോർട്ടന്റ് ആയിരിക്കണം, അത് റിക്വയർമെന്റ് ആയിരിക്കണം. സമൂഹത്തിലുള്ള മറ്റ് വ്യക്തികൾക്ക്, സമൂഹത്തിലുള്ള മറ്റു വ്യക്തികൾക്ക് അത് ആവശ്യകതയാണെന്ന് തോന്നുന്ന ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരണം. നമുക്കൊന്ന് നോക്കിയാലോ? ഒരു വീഡിയോ ഉണ്ട്, ഒരു നീഡ് എങ്ങനെയാണ് അവർ ഫുൾഫിൽ ചെയ്തതെന്ന്. 2 ചെറുപ്പക്കാർ ഒരു നീഡ് ഫുൾഫിൽ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. Yes, maybe. I'll get the loan tomorrow, no? No, ma'am. 3-4 days. Hi, this is Shreyans Bhandari. I'm 23 years old, CEO and co-founder at GreenSoul. Ramesh and I started GreenSoul back in December 2013, and this is a company which is into recycling of old shoes into new slippers, which are then being donated to people in need across India. We primarily donate these footwear to children, which are in the age group of 6 to 16 years. We have donated about 300 schools in all different villages, and these are primarily students who have to walk to schools from long distances. So as soon as we go to these villages, we have a talk with them. We tell them what is it about, why these footwear, importance of wearing them, where there's a whole team of volunteers, even the corporate who's sponsoring, they also join us at times. Then at places we also have medical camps where we check whether they have any footwear diseases before we actually hand out the footwear. This was around 2013. I was in second year of college, and being athletes, we were running at Priyadarshini Park, Mumbai, and we used to throw a lot of old shoes. And Ramesh had made the first prototypes of the footwear, of refurbishing into upcycled footwear. And that's when we met and started discussing of what can be the broader picture. As we did a lot of research, we went and participated in business plan competitions. That's when we got the idea that this is actually a product which is solving a major requirement. Like there are 1.5 billion people who don't have a pair of footwear as per WHO report, and about 350 million pairs go in landfills each year.
So initially there were a lot of problems like no technical expertise, no finance. We won a couple of business plan competitions. One was from IIT Bombay, which gave us around 3 lakh rupees. Then some seed capital from friends and family. So in all we had like 10 lakh rupees to start the company. We found out that there's a whole community of 2 lakh people within Mumbai itself where footwear are being manufactured. So we went there and we outsourced and got a few samples made. 2 years after that, we partnered with Ram Exports. So they have a huge facility here where we have a warehouse office. As soon as we started, we were running at Priyadarshini Park. So we put up a box right there where people could put their shoes. We used to personally collect them, take it to the refurbishing unit where the prototypes were being made and made a few samples out of them. What happens is that as soon as the old shoes comes to the factory, it's disassembled. And then these are different shoes coming from different categories. So they have to be standardized, die cut, and then a separate upper is made and then it's put together. So collection happens pan-India. It's made, recycled in Bombay and then distributed all across India. We have 40 corporates partnering with us. We also have footwear brands like Adidas, Skechers who sponsor the recycling of these footwear, and they gave us about 200 rupees per pair. So every pair that is being recycled, it's being sponsored by a corporate or an individual. And if you go for the donation range where you want to buy a pair and then donate it to someone, that is 199 per pair. And then if you want to buy it for yourself and support the cause, that is from 600 till 1200. As of today, it's 62,000 pairs which have been recycled and donated. We have saved more than 2.5 lakh pounds of carbon emissions, and we've donated to more than 350 schools across 10 to 12 states in India. ഓക്കെ, അപ്പൊ കണ്ടല്ലോ എങ്ങനെയാണ് ഒരു നമ്മൾ പറഞ്ഞു ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യുന്നത്. നമുക്കിപ്പോ അത് കേട്ടപ്പോൾ പിന്നെ റീസൈക്കിൾ ആയിട്ടുള്ള വലിയൊരു ഉപയോഗിച്ച് കളയുന്ന ഷൂ ഒക്കെ എടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടോ? നമ്മളെ സംബന്ധിച്ചോളം ചിന്തിക്കാനും പറ്റത്തില്ല അല്ലേ? പക്ഷെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ചെരുപ്പ് പോലും ഇല്ലാതെ നടക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു, അത് നീഡാണ് അവരുടെ. അപ്പൊ ഈ രണ്ട് ചെറുപ്പക്കാർക്ക് തോന്നിയ ഒരു ഐഡിയ, അതിന് അവര് വലിയ മുതൽ മുടക്കൊന്നും നടക്കില്ല അല്ലേ? അവരുടെ കാശ് എത്തില്ലായിരുന്നു, അവർക്ക് കുറച്ച് റിലേറ്റീവ്സും ഫ്രണ്ട്സും കോർപ്പറേറ്റും ഒക്കെ കൊടുത്ത കാശ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നമ്മള് ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്ന ഒരു ചോദ്യം ഇതാണ്: ഞാൻ എത്ര രൂപ മുടക്കും, ആരും എനിക്ക് കാശ് തരും? നമുക്കൊരു ഡ്രീം ഉണ്ടോ? നമ്മളൊരു കാര്യം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടു വരും. ഇന്ന് ഇത് ഏൺ ചെയ്യുന്നതുണ്ടോ? നമ്മളെ കുട്ടികളോട് പറയുക, റിക്വയർമെന്റ് മനസ്സിലാക്കുക, നീഡിനെ അഭിസംബോധന ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും? ബിസിനസ് ഉണ്ടാവും. ഇന്നവര് റീസൈക്കിൾ ആയിട്ടുള്ള ഈ ഷൂ ഒക്കെ വാങ്ങിച്ചിട്ട് എത്ര രൂപയ്ക്കൊക്കെ വിൽക്കുന്ന? 600 മുതൽ 1200 രൂപ വരെ വിലയുള്ള ഷൂസുകൾ വിൽക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ മറ്റു വലിയ കമ്പനികൾ അവരുടെ ഷൂ പേഴ്സ് അത് എന്ത് ചെയ്യാൻ വേണ്ടി, റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഇവരെ ഏൽപ്പിക്കുമ്പോൾ എത്ര പേർ കൊടുക്കുന്നു? നോക്കൂ, ബിസിനസ് പോകുന്ന വഴിയുണ്ടോ? യുണീക്കായിട്ടുള്ള, മറ്റുള്ളവർ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ആ ഒരു റിസ്കിലേക്ക് എടുത്ത് ചാടി അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി ഇവർ ചെയ്ത വലിയ നേട്ടമാണ് അത്. അതാണ് പറഞ്ഞത്, ആദ്യം ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമെങ്കിലും പിന്നീട് കിട്ടുന്ന റിവാർഡ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു യഥാർത്ഥ ഓണ്ടർപ്രണർക്ക്. അപ്പൊ എന്താണ് ഗ്രീൻ സോള് ജനങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ പരിപാലിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്തായിരുന്നു? അവരെന്താണ് സ്റ്റാർട്ട് ചെയ്തത്? അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. എങ്ങനെയാണ് അവർ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്? ഏത് തരത്തിലുള്ള ജനങ്ങളെയാണ് അവർ പരിപാലിക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത്? എന്നാണ് അവർ അവരുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്? ഈ ബിസിനസ് തുടങ്ങാനുള്ള പൈസ കാശ് എവിടുന്ന കിട്ടിയത്? നമ്മൾ എന്തിനാ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഓരോ വീഡിയോ കാണിച്ചിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസേഴ്സ് കണ്ടെത്തുമ്പോൾ എവിടെ നിന്നാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ വലിയ കാര്യമാണ്, നമുക്ക് വലിയൊരു കൺസേൺ ആണ്. നമുക്കൊരു ബിസിനസ് തുടങ്ങുന്നതിന് പണം ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ. അപ്പൊ ഇവിടെ ചോദിച്ചു നോക്കുക, അവർക്ക് എവിടെ നിന്നാണ് ഈ കാശ് ഈ ബിസിനസ് തുടങ്ങാനുള്ള കാശ് കിട്ടിയത്, അല്ല പണം കിട്ടിയത്? അവർ തന്നെ പറയുന്നുണ്ട് അതിനകത്ത് 3 ലക്ഷം രൂപ ഒരു കോർപ്പറേറ്റ് കമ്പനി കൊടുത്ത് ബാക്കിയുള്ള എല്ലാവരുടെ സ്വരുക്കൂട്ടി വെച്ച് അവിടുന്ന് ഇവിടുന്നെല്ലാം കിട്ടിയോടെ സ്വരുക്കൂട്ടി വെച്ച് 10 ലക്ഷം രൂപയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് തോന്നണം?
എൻ്റെ വീട്ടിൽ നിന്നൊന്നും ഞാൻ എടുത്തിട്ട് പോകണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ബാങ്ക് ലോൺ എടുക്കണ്ട. ഞാൻ എവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് എൻ്റെ ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടാവും. നമുക്കത് എന്നുള്ള അടുത്ത സെഷനിൽ കാണാൻ പറ്റും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ സെഷൻ സെക്കൻഡ് കഴിഞ്ഞിരിക്കണം, നമ്മൾ 7 മണിയായി. അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് ഡീബ്രീഫ് ചെയ്യണം, എന്താ പഠിച്ചതെന്നുള്ളത് അവരോട് ചോദിക്കണം, വാട്ട് വി ലേൺ ടുഡേ എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ച് ബിസിനസ് ഐഡിയാസ് ഉണ്ടാക്കാനുള്ള 5 ഐഡിയാസ് എങ്ങനെ നമുക്ക് ബിസിനസ് ഐഡിയ ഉണ്ടാക്കിയെടുക്കാം, എന്താണ് 5 ways ഓഫ് ബിസിനസ് ഐഡിയ എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കണം. അതിന് ശേഷം ഈ ഓരോ വീഡിയോസിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കണം. പിന്നെ എന്താണ് എൻ്റെ ഓണ്ടർപ്രണീരിയൽ സെൽഫ് എന്നതിനെ കുറിച്ച് ചോദിക്കണം. അങ്ങനെ നമുക്ക് അന്നത്തെ ദിവസത്തെ സെഷൻ അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾ സെഷൻ 3 പോവാണ്. സെഷൻ 3 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറയും, BMC. എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക, ക്യാൻവാസിലേക്ക് പകർത്താം. ഒരു ബിസിനസ് ഐഡിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു പേപ്പറിലേക്ക് പകർത്തണം. ആ പേപ്പറിലേക്ക് പകർത്തുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പണം എവിടുന്നുണ്ടാക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഉള്ളത്. അതിനാണ് ഐഡിയ പിച്ചിങ് പറയുന്നത്. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് യുവർ ബിഗ് ഐഡിയ. ഈ ഐഡിയ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ 3 സെഷനുകൾ നമ്മൾ ആദ്യം ഓണ്ടർപ്രണർ ആണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ബിസിനസ് എങ്ങനെ നമുക്ക് എന്റെ ബിസിനസ് സെൽഫ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു, ഓണ്ടർപ്രണർ സെൽഫ് എങ്ങനെ കണ്ടുപിടിക്കാതെ പഠിച്ചു, ആ ബിസിനസ് ഐഡിയാസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള 5 വഴികളെ കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മൾ ആ ഐഡിയാസ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു പേപ്പറിലേക്ക് എങ്ങനെ ചെയ്യാം, BMC ബിസിനസ് മോഡൽ ക്യാൻവാസിങ് എങ്ങനെ നടത്താം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഈ ഡെവലപ്പ് ചെയ്ത ബിസിനസ് BMCനെ അല്ലെങ്കിൽ ബിസിനസ് ഐഡിയനെ എങ്ങനെ ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാം, ബിസിനസ് പിച്ചിങ് എന്ന് പറയാം, ഐഡിയ പിച്ചിങ്. ഓക്കെ, പാർട്ട് 1 ബിസിനസ് മോഡൽ ക്യാൻവാസ്. എന്താണിത്? ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ ഐഡിയാസ് ഒരു പേപ്പറിലേക്ക് എഴുതാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ? വാട്ട് പോയിന്റ്സ് യു വിൽ കൺസിഡർ? എന്തെല്ലാം പോയിന്റുകളാണ് എഴുതാൻ പറ്റുന്നത്? ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് എങ്ങനെ എഴുതാൻ പറ്റും നമുക്കൊന്ന് പഠിക്കാം. അതിനാണ് നമ്മൾ BMC എന്ന് പറയുന്നത്, ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറയുന്നത്. പിള്ളേരോട് പറയാം നമുക്കിത് പഠിക്കാം. നമുക്ക് വലിയൊരു ബിസിനസ് ഉണ്ടെന്ന് ആലോചിക്കാൻ പറഞ്ഞു. അത് ഞാൻ നിങ്ങളോട് ചോദിക്കാണ്ട് ഇപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ എഴുതുമെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അത് പക്ഷേ അവർക്കൊന്നും എഴുതാൻ പറ്റില്ല. അവർ പറയും എനിക്ക് ഇന്ന ബിസിനസ് ഉണ്ട്, അത്ര എഴുതാൻ പറ്റുന്നതായിരിക്കും. എന്നാൽ ഈ BMC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം, എങ്ങനെ എഴുതുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനാണ് നമ്മൾ പറയുന്നത് ബിസിനസ് മോഡൽ ക്യാൻവാസ്. എങ്ങനെ നമുക്ക് നമ്മുടെ ഈ വലിയ ബിസിനസ് ഐഡിയനെ ഒരു പേപ്പറിലേക്ക് എഴുതാം, അതിന് ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറയും. ഈ ബിസിനസ് മോഡൽ ക്യാൻവാസിന് 11 പോയിന്റ്സ് ഉണ്ട്. കുട്ടികൾ പറഞ്ഞു 11 പോയിന്റ്സ് ഉണ്ട്. ഈ 11 പോയിന്റ്സും 1, 2, 3, 4, 5 to 11 വരെ എഴുതുമ്പോഴാണ് ഈ BMC കറക്റ്റ് ആകുള്ളൂ. ഈ 11 പോയിന്റ്സ് എന്ത് ചെയ്യും, നമ്മുടെ ഐഡിയാസിനെ കവർ ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ്. എങ്ങനെ നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ്. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് നമ്മുടെ BMC എഴുതുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇത് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. അപ്പൊ ഈ ബിസിനസ് ഐഡിയ BMCനെ ബിസിനസ് മോഡൽ ക്യാൻവാസിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ മുമ്പിൽ കൊടുക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാം. ഇനി ഒരു ബിസിനസ് അല്ല, അവരുടെ സെൽഫിൽ തന്നെ അവർ വേറെ ഏതെങ്കിലും മേഖലയിലായിക്കൊള്ളട്ടെ. നമ്മൾ പറഞ്ഞു ഒരു ടീച്ചർക്ക് ഓണ്ടർപ്രണർ ആകാം, ഒരു മ്യൂസീഷ്യനോ ഒരു ആർട്ടിസ്റ്റിനോ ഓണ്ടർപ്രണർ ആകാം, ഈവൻ ഡോക്ടേഴ്സിനാകാം, ഈവൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിനാകാം. അപ്പം അവർ ജീവിതത്തിന്റെ ഏത് മേഖലയിലും പോകട്ടെ, പക്ഷേ ഈ ബിസിനസ് മോഡൽ ക്യാൻവാസിങ് പഠിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല
ഒരു ടൂറാണ്. അത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ബിസിനസിനെ കുറിച്ചും മോഡലിനെ കുറിച്ച് അതിന്റെ സ്ട്രേറ്റ് ഫോർവേഡ് സ്ട്രക്ചേർഡ് വേയെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. മാത്രമല്ല ഇതിന്റെ എല്ലാ മെത്തേഡുകളും ഈച്ച് കോമ്പോണന്റ് അതിന്റെ പാർട്ട് ഓഫ് അവർ ഐഡിയാസിനെ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒന്നാണ് ഈ ഓപ്പറേഷൻ ചെയ്ത് കീർ മുറിച്ച് നോക്കുന്നു പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ കീർ മുറിച്ച് നോക്കുന്ന ഒരു പാർട്ടാണ് ബിസിനസ് മോഡൽ ക്യാൻവാസ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ഇൻസൈറ്റ്സ് ഉണ്ടാവും. എന്തിനെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ് ആണ്? കസ്റ്റമേഴ്സിനെ കുറിച്ച്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഇത് എന്തെല്ലാം വാല്യൂ പ്രൊപ്പോർഷൻസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, ഏതെല്ലാം ചാനൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇതെങ്ങനെയാണ് നമുക്ക് പണി ഉണ്ടാക്കി തരുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഈ BMC നമ്മളെ സഹായിക്കും. സോ ഇതിന് 11 സിമ്പിൾ സ്റ്റെപ്പ് ഉണ്ട്, 11 സിമ്പിൾ പാർട്സ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ പ്രോബ്ലം. കണ്ടോ, നമ്മൾ പറഞ്ഞ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എപ്പോഴും പറഞ്ഞ സാധനങ്ങൾ പ്രോബ്ലം പ്രശ്നങ്ങളാണ് ഏതൊരു ബിസിനസിന്റെയും തുടക്കം. അല്ലെങ്കിൽ ഇന്നത്തെ സമയത്ത് നമ്മൾ പറയുന്ന ഒരു എന്റർപ്രണർ എന്ന് പറയാൻ ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് അതിന്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ വാട്ട് പ്രോബ്ലം യുവർ ഐഡിയ സോൾവ് ചെയ്യും. എന്താണ് നിങ്ങളുടെ ഐഡിയ കൊണ്ട് ഈ ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? എന്ത് നീഡിനെയാണ് അത് ഫുൾഫിൽ ചെയ്യുന്നത്? എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ലൈഫ്, എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ലൈഫ് ഈ ഒരു ഐഡിയ വളരെ സ്മൂത്ത് ആക്കുന്നത്, ഈസിയർ ആക്കുന്നത്, അല്ലെങ്കിൽ സുഗമമാക്കുന്നത്? രണ്ടാമത്തത് സൊല്യൂഷൻ. എന്താണ് നമ്മുടെ ബിസിനസ് ഐഡിയ എന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഈ മോളിൽ പറഞ്ഞ പ്രോബ്ലത്തിനെ എങ്ങനെയാണത് ഇല്ലാതാക്കുന്നത്? 3, ഹൂ ആർ ദ കീ പാർട്ട്നേഴ്സ്. ആരൊക്കെയാണ് നമ്മുടെ ഈ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന്, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കൂട്ടത്തിലുള്ള പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? അല്ലെ നമ്മുടെ കൊളാബറേറ്റേഴ്സ്, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവരൊക്കെ ആരാണ്? ചിന്തിക്കണം. എന്നെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുമോ? അല്ലെ ഞാൻ ആരൊക്കെയാണ് ഇതിൻ്റെ അത് പാർട്ണർഷിപ്പിൽ ചേർക്കേണ്ടത്, അതിന്റെ പാർട്ട്നേഴ്സ് ആക്കേണ്ടത് ആരാണ്? നാലാമത്തെ പോയിന്റാണ് കീ മെട്രിക്സ്, നമ്പേഴ്സ്. എത്രമാത്രം വേണം, ഇതിന്റെ നമ്പർ ഇത്ര ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്രമാത്രം വേണം, അത് ആ നമ്പർ ഉണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്തരം പ്രൊഡക്ഷൻ ഉണ്ടാവണം. ഇതൊക്കെ പറഞ്ഞ് ആ കീ മെട്രിക്സ് നമുക്ക് വേണം, നമ്പേഴ്സ് നമുക്ക് വേണം. കീ റിസോഴ്സസ്, നമുക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള റിസോഴ്സസ് ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? വാല്യൂ പ്രൊപ്പോസിഷൻ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് മേക്ക് ആൻ ഐഡിയ ഓർ എ പ്രൊഡക്റ്റ് അട്രാക്റ്റീവ്? അല്ലെ, നമുക്കറിയാം നമ്മുടെ വാല്യൂ പ്രൊപ്പോസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് വിറ്റ് പോകത്തുള്ളൂ. ഇപ്പൊ എല്ലാം അട്രാക്റ്റീവ് ആയിട്ടുള്ള വേല് ഉണ്ടാകണം, അല്ലെ? കളർഫുൾ ആയിട്ടുള്ള പാക്കിങ്, അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം അട്രാക്റ്റീവ് അല്ലെങ്കിൽ എന്താ ഉണ്ടാകും? ബിസിനസ് നടക്കില്ല. എന്താണ് നമ്മൾ അതിന് ഉണ്ടാക്കുന്നത്? ഈ വാല്യൂ അഡീഷന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അൺഫെയർ അഡ്വാൻറ്റേജ്. എന്താണ് അൺഫെയർ അഡ്വാൻറ്റേജ്? നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലേ, ഉറപ്പായിട്ടും നമ്മൾ ഒരു പ്രൊഡക്റ്റോട് എത്തിക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ വെല്ലാൻ അവരെ കൊണ്ട് പറ്റാതിരിക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാരണം നമുക്കുണ്ടാകും നമ്മുടെ പ്രൊഡക്റ്റിൽ. അതാണ് നമ്മുടെ അൺഫെയർ അഡ്വാൻറ്റേജ്. എന്റെ എബിലിറ്റി അല്ലെങ്കിൽ എന്റെ സ്കില്ല് അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച ആ പ്രൊഡക്റ്റ് അത് വേറെ ആര് വന്നാലും അതിനെ വെല്ലാൻ പറ്റത്തില്ല. അതെന്താണ്? കസ്റ്റമർ സെഗ്മെന്റ്. എട്ടാമത്തത്, ആരൊക്കെയാണ് എന്റെ കസ്റ്റമേഴ്സ്? ആരാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്? ഇതെല്ലാം നമ്മൾ ആദ്യമേ ചിന്തിക്കണം. അവരുടെ ഏജ് എന്താണ്, അവരുടെ ആവശ്യം എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണ്? BMC അത് മനസ്സിലാക്കണം. ചാനൽ, 9ാമത്തെ കാര്യമാണ് ചാനൽ. എങ്ങനെയാണ് ഞാൻ വികസിപ്പിച്ചെടുത്ത ഈ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തുക?
ഏത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്? ഇത് ഓൺലൈൻ ആണോ അതെയോ സ്റ്റോർ ആണോ? ഇന്നിപ്പോൾ കൂടുതലായിട്ടും പോകുന്നത് എങ്ങനെയാ? എല്ലാം ഓൺലൈൻ ആണല്ലേ. ചിന്തിക്കട്ടെ, നമ്മുടെ കുട്ടികൾ ചിന്തിക്കണം. അപ്പം BMCയുടെ 10ാമത്തെ പോയിന്റാണ് കോസ്റ്റ് സ്ട്രക്ചർ. വാട്ട് ആർ യുവർ എക്സ്പെൻസസ്? നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിന്റെ എന്തുമാത്രം കോസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്? ചിന്തിക്കണം. ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന എൻ്റെ ബിസിനസ് ഐഡിയ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഞാൻ എത്ര കോടി രൂപ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എത്ര ലക്ഷം മുടക്കണം, അല്ലെങ്കിൽ എത്ര ആയിരം മുടക്കണം? അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാക്കണം. അത് മുടക്കി കഴിഞ്ഞാൽ റവന്യൂ സ്ട്രീംസ് എത്ര രൂപ എനിക്ക് തിരിച്ചു കിട്ടും, എൻ്റെ ബിസിനസ്സിലൂടെ എനിക്ക് നേടാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഈ 11 പോയിന്റ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തി മനസ്സിൽ വെച്ച് അതുമേലെ പേപ്പറിലേക്ക് എഴുതുവാണെങ്കിൽ ദ പ്രോബ്ലം അഡ്രസ് ചെയ്ത്, പ്രോബ്ലം എന്താണെന്നുള്ളത് ചെയ്തിട്ടെ, ആ പ്രോബ്ലത്തെ അഡ്രസ് ചെയ്ത് എന്താണ് സൊല്യൂഷൻ എഴുതട്ടെ. അങ്ങനെ എഴുതി ഈ 11 പോയിന്റ് മനസ്സിൽ കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഐഡിയാസ് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും. അതിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ബിസിനസ് ഐഡിയക്ക് ഒരു ഉദാഹരണം പറയാം. നമ്മളിവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചും കൂടെ വലുതാക്കാമോ? അതിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ഉദാഹരണം കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു ടീൻ മാഗസിനെ കുറിച്ചാണ് പറയുന്നത്. ടീൻ മാഗസിൻ എന്താണ്? ടീൻ മാഗസിന് പ്രോബ്ലം എന്താണ്? കാരണം ടീനേജേഴ്സിന് വേണ്ടി അങ്ങനെ ഒരു കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ലേൺ അബൌട്ട് ഇഷ്യൂസ്, അവരുടെ ജീവിതത്തെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ വൈഡർ വേൾഡിനെ കുറിച്ചുള്ളതോ കറന്റ്ലി ഇവന്റ്സിനെ കുറിച്ചുള്ള ഒരു മാഗസിൻ ഒന്നും ഇപ്പൊ നിലവിലില്ല എന്നതാണ് പ്രശ്നം. എന്താണ് പ്രോബ്ലം? ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകം. അതെന്താണ്? ലോകത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള പുസ്തകം, നല്ല പുസ്തകം കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു പുസ്തകം ഇന്ന് നിലവിലില്ലെന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ഉദാഹരണം കേട്ടോ, ചിലപ്പോൾ കണ്ടേക്കാം, ഇവിടെ ഉണ്ടായിരിക്കാം, നമ്മളിത് ഉദാഹരണം പറഞ്ഞേക്കുന്നതാണ്. അപ്പം ആ ഒരു പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് സൊല്യൂഷനാണ് കണ്ടുപിടിച്ചേക്കുന്നത്? മാസാമാസം പബ്ലിഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടീൻ മാഗസിൻ എന്ത് ചെയ്യാൻ പോകുന്നു? പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിനകത്ത് എല്ലാ കാര്യങ്ങളുണ്ട്. എൻവയറമെന്റൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഈ മാഗസിൻ നമ്മൾ പുറത്തിറക്കാൻ വേണ്ടി തീരുമാനിക്കുക. പ്രോബ്ലം എന്തായിരുന്നു? ടീൻ മാഗസിൻ ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്ത പോയിന്റ് എന്തായിരുന്നു? BMCയിലെ കീ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞു, കൊളാബറേറ്റേഴ്സ് പറഞ്ഞു. ഇവരെല്ലാം വേണം, നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ഒരു മാഗസിൻ അടിക്കണമെങ്കിൽ ആരൊക്കെ വേണം? അവിടെ പ്രിന്റിംഗ് കമ്പനി വേണം, റൈറ്റേഴ്സ് വേണം, ജേർണലിസ്റ്റ് വേണം, സ്പോൺസേഴ്സ് വേണം, പ്രൊഡക്ഷൻ ടീം വേണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേണം. ഇതൊക്കെ വേണം. ഇവരെല്ലാം നമ്മുടെ കൊളാബറേറ്റേഴ്സ്, പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കൊളാബറേറ്റേഴ്സ്. കീ മെട്രിക്സ് നമ്മൾ പറഞ്ഞല്ലേ. നമ്പർ ഓഫ് മാഗസിൻസ് പ്രിന്റഡ്, എത്ര മാഗസിൻ പ്രിന്റ് ചെയ്യണം, ഒരു മാഗസിന്റെ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ്, എത്ര സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാകും, റിന്യൂവൽ റേറ്റ് എങ്ങനെയാണ്, നമ്പർ ഓഫ് പോഡ്കാസ്റ്റ് ഡൗൺലോഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ നമ്പറുകളാണ്. ആ നമ്പറുകൾ നമ്മൾ കണക്കാക്കണം. പിന്നെ നമ്മൾ കീ റിസോഴ്സസ്, ഈ മാഗസിൻ എടുക്കണമെങ്കിൽ എല്ലാം വേണം. റിസോഴ്സ് എന്താ വേണ്ടേ? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഫോർ മാഗസിൻ ഡിസൈൻ ആൻഡ് ലേ ഔട്ട്, അത് വേണം. വാല്യൂ പ്രൊപ്പോസിഷൻ എന്താണ് അവിടെ പറഞ്ഞത്? ചെറുപ്പക്കാരായ പിള്ളേർ അവരുടെ ലോകത്തെ കുറിച്ച് ഭയങ്കര ഇതാണല്ലേ. അപ്പോൾ അവർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അവരെ കണക്ട് ചെയ്യുന്ന, അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മാഗസിൻ. അതിന്റെ കണക്ട് ചെയ്യുന്ന അവരുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂത്തിന്, ടീമിന് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ.
ചിലപ്പം ചില കുട്ടികളൊക്കെ എന്താണ് ഹയർ സ്റ്റഡീസിനെ കുറിച്ച് പറയുന്നതായിരിക്കും, അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ. പിന്നെ ടീനേജിലാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യബോധം ഉണ്ടാകുന്നത്. അപ്പം സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ട ടിപ്സുകൾ, ഇങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ. പിന്നെ വളർച്ചയുടെ കാലഘട്ടമാണ്, അപ്പം ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉണ്ടാകുന്ന അതിനെക്കുറിച്ചുള്ള ഡോക്ടേഴ്സ് എഴുതുന്ന പങ്ക്തികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അൺഫെയർ അഡ്വാൻറ്റേജ് എന്താണ്? 13 to 19 years ഓൾഡ് ആണ് കുട്ടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടാർഗറ്റ് ഗ്രൂപ്പ് അതാണ്. അപ്പം റീഡേഴ്സുമായിട്ട് കൂടുതലായിട്ട് എൻഗേജഡ് ആകുക, അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു വീക്കിലി ഡിസ്കഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക, ടോപ്പിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് എൻ്റെ മാഗസിൻ മാത്രം ചെയ്യുന്ന കാര്യമാണ്, വേറെ ആരും അങ്ങനെ ചെയ്യാറില്ല. അതാണ് അൺഫെയർ അഡ്വാൻറ്റേജ്. ഞങ്ങളുടെ മാഗസിൻ, ടീം മാഗസിൻ ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത് ഞങ്ങളുടെ കമ്പനിയുടെ മാത്രം, ഞങ്ങളുടെ മാഗസിന് മാത്രമല്ല, ഞങ്ങളുടെ ചാനലിന്റെ മാത്രം പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അൺഫെയർ അഡ്വാൻറ്റേജ് അവരുടെ മാത്രമാണ്. പിന്നെ ചാനൽസ് എങ്ങനെയാണ്? ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ ആണ്. കസ്റ്റമർ സെഗ്മെന്റ് എങ്ങനെയാണ്? കോർ ടാർഗറ്റ് ഓഡിയൻസ് 14 to 19 years ഓൾഡ് ആണ്, ബോത്ത് ജെൻഡേഴ്സ്, ഇൻട്രസ്റ്റഡ് ഇൻ കറണ്ട് അഫയേഴ്സ്. അതാണ് നമ്മുടെ കസ്റ്റമർ സെഗ്മെന്റ്. കോസ്റ്റ് എങ്ങനെയാണ്? കോസ്റ്റ് സ്ട്രക്ചർ, ഓൺ ഗോയിങ് കോസ്റ്റ് ഉണ്ട്, അതിൻ്റെ റെന്റ്, ഓഫീസിൻ്റെ റെന്റ്, സാലറീസ്, റൈറ്റിംഗ് ഫീസ്, ഗ്രാഫിക്സ്, ഡിസൈൻ, പ്രിന്റിങ്, ഡിജിറ്റൽ എന്നുള്ള സകല കാര്യത്തിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സ്ട്രക്ചർ നമ്മുടെ സ്ട്രക്ചർ എന്താ പറഞ്ഞാൽ വലിയ അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല. കാരണം ഇതിലുണ്ടെങ്കിൽ നമ്മുടെ മാഗസിന് ഇന്നൊരു കാരണമുണ്ട്, അതിനെ മെയിൻറ്റെയിൻ ചെയ്തതിനും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ നോക്കണം. പിന്നെ റവന്യൂ എത്രയാണ്? മാഗസിൻ സബ്സ്ക്രിപ്ഷൻസ്. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ഈ BMC വരുന്നത്. ഇതൊരു ഉദാഹരണമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയാം. നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് ഒരു BMC നിങ്ങൾക്ക് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഇതിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞൊരു ഉദാഹരണം മാത്രമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ BMC പറഞ്ഞ 11 പോയിന്റ്സ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറഞ്ഞത്. ഇനിയാണ് നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്, പിച്ചിങ്. എന്താണ് പിച്ചിങ് എന്ന് പറഞ്ഞത്? പിച്ചിങ് എന്താണ്? പിള്ളേർ വരച്ച് പയം പിടിച്ച് നെല്ല് പറക്കുന്നതിന് പിച്ച് എന്ന് പറയും. പിന്നെ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. അങ്ങനെ വല്ലതാണോ? അതാണ് പിച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ അല്ലേ, ഞാൻ ചുമ്മാ തമാശ പറയുന്നതാണ്. പിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ് ഐഡിയ വെർബലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് അല്ലേ പിച്ചിങ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിനിങ് യുവർ ബിസിനസ് പ്ലാൻ വെർബലി ടു അതർ. ആരോട് പറയാം? ഫ്രണ്ട്സിനോട്, കസ്റ്റമേഴ്സിനോട്, ഇൻവെസ്റ്റേഴ്സിനോട്, ഫാമിലിയോട് നമ്മുടെ ബിസിനസ് ഐഡിയ നമ്മൾ വെർബലി പ്രസന്റ് ചെയ്യുന്നതിനാണ് പിച്ചിങ് പറയുന്നത്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? നമ്മുടെ ബിസിനസ് ഐഡിയനെ സമ്മറൈസ് ചെയ്യുന്നതിനാണ്. എന്നിട്ട് അത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പിച്ചിങ് നടത്തുന്നത്. ഇതൊരു ചെറിയ പ്രസന്റേഷൻ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നമ്മൾക്ക് എന്താണ് ഒരു 10 മിനിറ്റ് കുറവുള്ള ഒരു വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. കാരണം ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിലൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോഴത്തേക്ക് തന്നെയാണ് നമ്മുടെ ഈ വലിയ വലിയ ആൾക്കാരുടെ മുന്നിലാണ് പോയിരിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞെടുത്ത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പിച്ചിങ് എങ്ങനെ അയക്കണം? നമ്മൾ നമ്മുടെ കസ്റ്റമറിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്ററിനെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഒരു ഓണ്ടർപ്രണർ എന്ത് ചെയ്യണം? അവന് ആ വ്യക്തി തന്റെ ബിസിനസിനെ കുറിച്ചുള്ള പിച്ചിങ് നടത്തുമ്പോൾ എന്തുണ്ടാക്കണം? അവരുടെ പ്രോഡക്റ്റ് ഐഡിയയെ കുറിച്ചുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള അവരുടെ പ്രോഡക്റ്റ് ഐഡിയയെ കുറിച്ച് വളരെ ബോധവാനായിരിക്കണം. അത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യണം. അത് ചിലപ്പോൾ ഒരു വീഡിയോ പ്രസന്റേഷനോ അല്ലെങ്കിൽ നമ്മുടെ വെർബലായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിലൂടെ വളരെ കൃത്യമായിട്ട് അത് അവരുടെ മുമ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ്,
എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഒരു പിച്ചിങ്ങിന്റെ എന്താണ്? നോ എ ലോട്ട് അബൌട്ട് യുവർ ടോപ്പിക്. നമ്മൾ പറയാൻ പോകുന്ന ബിസിനസ് ഐഡിയയെ കുറിച്ച് നമുക്ക് എന്തുണ്ടാകണം? വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും നമ്മുടെ ഉണ്ടായിരിക്കണം. അതിന്റെ കണക്കുകൾ നമ്മുടെ ഉണ്ടായിരിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാകണം. അത് യൂസ് ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡുകളും അതിന് വേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടിങ് കാര്യങ്ങളും നമ്മുടെ ഉണ്ടായിരിക്കണം. ഫാക്ട്സ്, അതിന്റെ കണക്കുകൾ, ഞാൻ എത്ര ചെയ്യാൻ പോകുന്നത്, അതിന് ഇത്ര രൂപയാവും, അല്ലെങ്കിൽ ഇന്ന സാധനം ആവശ്യം ഉണ്ടാവും, ഇന്ന മെഷീനറീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, ആ ഒരു മെഷീനറിക്ക് ഇത്ര രൂപയാവും, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ അവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത്ര റിസോഴ്സ് വേണം, ഇത്ര ഹ്യൂമൻ റിസോഴ്സ് അവിടെ ആവശ്യമായിട്ട് വരും. ഇതെല്ലാം നമുക്ക് പറയാനുള്ള ഐഡിയാസ് അല്ലെങ്കിൽ അറിവ് നമ്മുടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എഴുതുന്ന ടൈം പ്ലാൻ ഫോർ ദ ടൈം യു ഹാവ് by writing the speech. നമ്മൾ പറയുന്ന ആ സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്ന സമയത്തെക്കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. നമ്മുടെ ഐഡിയാസ് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിരിക്കണം. നമ്മുടെ ഐഡിയാസ്, നമ്മൾ പിച്ചിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ഐഡിയാസ് ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ആൾക്കും വരും, അസ്വസ്ഥത വരും, അല്ലെങ്കിൽ അവർക്ക് സമയം ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ BMC യൂസ് ചെയ്യണം. നമ്മുടെ ഐഡിയാസ് ഓർഗനൈസ്ഡ് ആകണമെങ്കിൽ നമ്മൾ BMC യൂസ് ചെയ്യണം. BMC യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ഇപ്പൊ ഞാനൊരു ഇൻവെസ്റ്റർ, നിങ്ങൾ ആരും എന്നോട് പറയാം ഞാൻ ഇന്നൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ കാശ് മുടക്കാൻ റെഡിയാണ്. അവൻ ആദ്യം പറഞ്ഞ ബിസിനസ് ഇതാണ് എന്റെ ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, ഐഡിയ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവും ഒരു ചോദ്യം കൊണ്ടുവരും. നേരെ മറിച്ച് ഇന്ന പ്രോബ്ലത്തെ ഞാൻ അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ്, പ്രോബ്ലം, അതിനുള്ള സൊല്യൂഷൻ, അതിന്റെ റിസോഴ്സസ്, അതിന്റെ കീ പാർട്ട്നേഴ്സ്, അങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്കും കേട്ടിരിക്കുന്ന ആൾക്കും കൊള്ളാം, ചോദ്യങ്ങളൊന്നും അവിടെ ഉണ്ടാകത്തില്ല. അപ്പം ഈ ഐഡിയാസ് നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ BMC ഉപയോഗിച്ച് പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. കുറച്ചൊക്കെ ഹ്യൂമറൊക്കെ യൂസ് ചെയ്യാം, പക്ഷെ അത് നമ്മൾ ആളും തരവും നോക്കി വേണം. BMC അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യന് മുമ്പ് പോയി ഹ്യൂമർ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളോട് ഗെറ്റ് ഔട്ട് അടിക്കും. അപ്പം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്ത് അത് കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഹ്യൂമർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. മൂവ് അറൗണ്ട്, യൂസ് യുവർ ഹാൻഡ്സ്. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള രീതി വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടി. വളരെ കൃത്യതയോടുകൂടി നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മുടെ പിച്ചിങ് അവതരിപ്പിക്കാൻ. ഇവിടെ രണ്ട് കുട്ടികൾ അവരെ പിച്ചിങ് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ അഖിൽ? ഓക്കെ സർ. The complete guide to starting up, but for some reason you decided not to buy. Welcome to The Vault, a one-of-its-kind platform for promising Indian entrepreneurs to impress high-profile investors and walk away with money for their startups. In the process, they also get chances to receive invaluable advice from the Vault's in-house business experts and win coveted mentorship programs as well. That is, if they don't get eliminated in the initial pitch itself. So who are the Vault Keepers ready to invest their hard-earned money into impactful leaders of tomorrow? Real estate young Turk Mohit Goyal is the CEO of a 5,000 crore company, Omax. Healthcare queen Ameera Shah is the owner of a billion-dollar brand, Metropolis Healthcare. Restaurateur Rahul Singh is the daring entrepreneur who put his only house on mortgage to fund his startup, Beer Cafe. Financial wizard Sudeep Bandyopadhyay has led the biggest companies in India to thrive under his leadership. Digital marketing guru Vivek Bhargava is the CEO of iProspect and has spent the last 17 years guiding digital strategies of major brands. And now, the Vault Keepers are ready to hear some great pitches inside the Vault. Entrepreneurs,
Please approach the board door for your initial pitch. Bill runs an IT company. He has hired Jim, a very talented coder, giving him a handsome salary. But by the end of the year, Jim didn't work as per Bill's expectations. For every Jim, the company loses $4,000 worth productivity annually. Currently, there are 3 million people like Jim working in Indian IT space only. We are here to sort that out for you. That's a good presentation. What do you suggest? Yeah, definitely a very, very important problem. They're solving this. I would love to hear them. Okay. There are similar, I think, other available, but it's interesting. Let's hear what they have done. Let's unlock the vault. Congratulations, you have successfully unlocked the board. Step inside for a detailed presentation. Morning, people. I am Bhaskar Thakur. And I'm Shashuk Gautam. And we are from Kolobi. Kolobi is a cloud-based task management and collaboration tool. So let's come back to the story of Bill. So just like Bill's company, most of the companies today are facing employee productivity issues and are losing a lot of money on it. The reason is simple. The present tools don't provide you with the data. They just enable you with chat services or to-do lists. We are providing a collaboration platform where you would get the exact data of an employee's efficiency and also get employees ranking based on our task efficiency score. We are offering 7.5% of equity exchange in our company for exchange of ₹1 crore. So we are not just solving a problem of efficiency, we are bringing overall transparency across enterprises. And that's what we aim to do. We believe that one day, every single organization in this world would be using our service, and our task efficiency score would be the global employee ranking standard. Fantastic, yeah. I feel like clapping here. Really? So first thing is, how old are you guys here? We both are 15. That's amazing. Oh, wow. Guys, can I tell you something? Wow. This experience that you guys are doing, how much of money you make or you don't make, is going to pay you dividends for the rest of your life. And I don't mean money-wise, but I mean in terms of spirit. It is so great. I mean, I remember when I was 15, I think I was just hanging out doing nothing. It's amazing that you guys are doing this. Really big congratulations. They are the role models for a person till 20, not just school going. So, what are your plans from education point of view? Like, do you plan to focus 100% on this company, or you plan to study further? How are you going to balance education and the company? We'll be focusing on our startup first, because that's our priority, and that could, through this we could create a greater value. But education is important. അത് കുറച്ച് ലെങ്തിയാണ്. അപ്പം ഇപ്പം നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ വാട്ട് ഇസ് പിച്ചിങ് എന്ന് മനസ്സിലായല്ലോ. അതൊരു റിയാലിറ്റി ഷോ പോലെയാണെങ്കിൽ തന്നെയും നമ്മളൊരു ഇൻവെസ്റ്ററുടെ മുമ്പിൽ പോയി നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഈ വീഡിയോ നിർത്തിക്കളയില്ല ലിങ്ക് നമ്മൾ. കാരണം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ 7:30 നിങ്ങൾ പറഞ്ഞ ടൈമിൽ അത് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 8 മിനിറ്റ് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് നിർത്തിച്ചാണ്. ടീച്ചേഴ്സ് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഈ ലെങ്തി ആണെന്നുകൊണ്ട് നമുക്ക് നിർത്താതെ നിർത്തിയേക്കല്ലേ. സോ എന്താണ് അവരിവിടെ പറഞ്ഞത്? ഈ വീഡിയോ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഡിഡ് യു ലൈക്ക് ദെയർ പിച്ച് ടു ദ ഇൻവെസ്റ്റേഴ്സ്? ചോദ്യങ്ങൾ ചോദിക്കണം. അവരുടെ പ്രസന്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് അവർക്ക് അവരുടെ ഐഡിയാസിനെ കുറിച്ച് അവർ ക്ലാരിറ്റി ഉണ്ടായിരുന്നോ? അവരുടെ പവർഫുൾ ആയിരുന്നോ അവരുടെ പിച്ച്? അത് കൺവിൻസിങ് ആയിരുന്നോ? അവർ കോൺഫിഡന്റ് ആയിരുന്നോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കണം. ഓക്കെ, എങ്ങനെയാണ് ഇനി ഒരു പിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മൾ പിച്ചിങ് കണ്ട് നമ്മളൊരു പിച്ചിങ് പരുവപ്പെടുത്തിയെടുത്തിന് വേണ്ടുന്ന എന്താണ്? അതിന് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാവണം, ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം. അപ്പൊ നമ്മള് ഒരു നല്ല ഒരു പിച്ച് തയ്യാറാക്കണമെങ്കിൽ അതിന് പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ദ ക്വസ്റ്റ്യൻസ് ആർ അകൽ നെക്സ്റ്റ് വൺ ഗോ ഫോർവേഡ്. ഹൗ ടു ക്രിയേറ്റ് എ പിച്ച്. Okay, next one. Down. Next one. ഞാൻ പറഞ്ഞതേ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുന്നതായിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ഒരു പിച്ച് തയ്യാറാക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്? ഹു ആർ യു? ഞാൻ എന്താന്ന് പറഞ്ഞു. വൈ ഷുഡ് പീപ്പിൾ ലിസൺ ടു യുവർ ഐഡിയാസ്? എന്റെ ഐഡിയാസിന് എന്തിനാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യകത എന്താണ്? വാട്ട് ആർ യു സെല്ലിംഗ്? ഹു ആർ യു സെല്ലിംഗ് ടു? Who are your competitors? What is the price? What do you need?
അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പിച്ചിങ് തയ്യാറാക്കാൻ സാധിക്കും. അത് നമ്മൾ BMC തയ്യാറാക്കുന്നതിന് 11 ക്വസ്റ്റ്യൻസ് പറഞ്ഞു, 11 പോയിന്റ്സ് പറഞ്ഞു. ഇവിടെ പിച്ച് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ടീച്ചേഴ്സ്, ഇന്ന് നമ്മൾ എന്താ പഠിച്ചേ? ഈ ലാസ്റ്റ് 3 സെഷൻസിൽ എന്താണ് നമ്മൾ പഠിച്ചത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കുട്ടികളോട് ചോദിക്കണം, ഡീബ്രീഫിംഗ് എന്ന് പറയും. എന്താണ് ഡീബ്രീഫിംഗ് എന്ന് പറഞ്ഞത്? നിങ്ങൾ ചെയ്യുന്നതാണോ? ഡീബ്രീഫിംഗ് ചെയ്യാറുണ്ടോ? എങ്ങനെ ചെയ്യും അത്? അപ്പം ഡീബ്രീഫ് ചെയ്യുന്നതിനുള്ള ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ടീച്ചേഴ്സ് ഡീബ്രീഫ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് ഈ ഡീബ്രീഫ് ചെയ്യുമ്പോഴുള്ള ഈ പ്രിൻസിപ്പിൾസ്. എന്താണ് ചോദിക്കേണ്ടത്? ആസ്ക്, അവരോട് ചോദിക്കുക, നമ്മൾ പറയരുത്. ആസ്ക്, നോട്ട് ടെൽ. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട് പറയും, എന്താ പഠിച്ചേ, പറയൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന പഠിച്ചത്. ദെൻ സോ വാട്ട്, ഇന്നതായിരുന്നു. സോ വാട്ട്, അപ്പോൾ ഇന്ന പോലെ. നൗ വാട്ട്, ഒരു ആൻസറായി. സോ ആസ്ക്, നോട്ട് ടെൽ. നമ്മൾ ചോദിക്കുന്നു, നമ്മൾ പറയുന്നില്ല. പിന്നെ എന്താണ് വേണ്ടത്? നമ്മുടെ ഈ സെഷന്റെ ഒബ്ജക്റ്റീവ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കണം. കണക്ട് ടു ദ ഒബ്ജക്റ്റീവ്സ്. ഡീബ്രീഫ് ചെയ്യുമ്പോൾ എല്ലാവരും എൻഗേജ് ചെയ്യിപ്പിക്കണം. 2-3 പേര് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സെഷൻ എടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ആയിക്കോട്ടെ, ഏതെങ്കിലും ടോപ്പിക് എടുത്ത്, സബ്ജക്റ്റ് എടുത്ത്, അത് അതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട്, എനിക്കറിയത്തില്ല, അതുപോലെ ടീച്ചേഴ്സ് അല്ലേ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 1-2 കുട്ടികളോട് മാത്രം ചോദിച്ചാൽ പോരാ. എല്ലാവരും എൻഗേജ് ആകണം. അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് ഈച്ച് എല്ലാവരും പറയണം. പിന്നെന്ത് ചെയ്യണം? സെലിബ്രേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ്. ഇന്ന് എന്താ നടന്നത് എന്ന് എന്നോട് ചോദിച്ചു, ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യണം. എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓടിപ്പോയി എന്തെങ്കിലും വാങ്ങിച്ച് പൊട്ടിക്കാനല്ല പറഞ്ഞത്. നമ്മൾ കൊള്ളാം, കൺഗ്രാറ്റ്സ്, കൈയടിക്കുക, അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, സെലിബ്രേറ്റ് ചെയ്യണം. അതാണ് ഡീബ്രീഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡീബ്രീഫ് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലായല്ലോ. എല്ലാ സെഷൻ കഴിയുമ്പോൾ നമ്മൾ ഡീബ്രീഫ് ചെയ്യണം. എല്ലാ സെഷൻ്റെ ആദ്യം റീക്യാപ്പ് ചെയ്യണം. അങ്ങനെ എല്ലാ ക്രെഡിറ്റുകളും ഉണ്ട്. ചോദിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യിക്കണം കുട്ടികളെ കൊണ്ട്. അങ്ങനെ നമ്മുടെ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു. സിനു സാർ അല്ലെങ്കിൽ അഖില്, നിങ്ങൾ ആരെങ്കിലും അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഓക്കെ സർ. ഹായ് ടീച്ചേഴ്സ്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ഞങ്ങളുടെ ഈ 2 സെഷൻ വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തതിന്, സമയം കണ്ടെത്തിയതിന്, ഈ 2 സെഷൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിന് ഞങ്ങൾ ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് ഞാൻ നന്ദി പറയാണ്. അപ്പോൾ നമുക്കിത് കുട്ടികളിലേക്ക് ഡെലിവർ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ദിവസമാണ് നിങ്ങളോട് കണ്ടക്ട് ചെയ്യാൻ പറയണത്. 2 hours വെച്ചിട്ടാണ് നമ്മളുടെ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ് നേരത്തെ ഞാൻ ലിബിൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൺഡേ, ട്യൂസ്ഡേ, ദെൻ വെനസ്ഡേ ആണ്. തേഴ്സ്ഡേ നമുക്കൊരു LEI സെഷൻ വരും. LEI സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് എന്റർപ്രണർ ഇന്ററാക്ഷൻ ആണ്. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്റർപ്രണറിനെ കൊണ്ട് നമ്മൾ കുട്ടികളെ ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ നമ്മളത് ആളായിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണത് സൂം വഴിയായിരിക്കും. എന്നിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അത് ലിങ്ക് വഴി ലൈവായിട്ട് കാണിക്കും. അപ്പോൾ അതിന്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരും ആ ദിവസം. അപ്പോൾ എല്ലാ കുട്ടികളും ആ ഒരു സമയത്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം നമ്മളോട് അറിയിക്കുകയാണെങ്കിൽ, ഇന്നോ നാളായിട്ട് അറിയിക്കുകയാണെങ്കിൽ, ലിബിൻ സാർ അറിയിക്കുകയാണെങ്കിൽ, നമുക്ക് ആ ടൈമിൽ തന്നെ, കാരണം നമ്മൾ അറ്റ് എ ടൈം 2 കോളേജിനും, നമ്മൾ ഓൾറെഡി ഇപ്പോൾ കാർമൽ കോളേജിലും ഈ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ 2 കോളേജിനും കൂടിയിട്ട് ഒരു ടൈമിൽ തന്നെ നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ LEI സെഷൻ. കാരണം നമ്മൾ ആളെ 2 വട്ടം കൊണ്ടുവരണ്ടല്ലോ. അപ്പോൾ ഒറ്റ ടൈം തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
ഈ 3 ദിവസങ്ങളിൽ കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ടൈമിൽ, അപ്പോൾ ടൈം എപ്പോഴാണെന്ന് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. എപ്പോഴാണ് നിങ്ങൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണത്, നമ്മളുടെ മെറ്റീരിയൽസ് എല്ലാം വികാസ് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ സിനു സാർ ആരെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അപ്പോൾ തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കും. 3 സെഷൻ്റെയും നമ്മളുടെ മെറ്റീരിയൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 2 hours ആണ് ഒരു സെഷൻ വരുന്നത് കുട്ടികൾ കണ്ടക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനുള്ള ആദ്യ സ്റ്റെപ്പായിട്ട് ഓരോരുത്തരും കണ്ടക്ട് ചെയ്യുന്ന കുട്ടികളുടെ നെയിം ലിസ്റ്റ് നമുക്ക് വേണം. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെ ചെയ്യായിരിക്കും ബെറ്റർ. കാരണം ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഏത് ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആണോ അതിന്റെ ബേസിൽ, അത് എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്, ലിബിൻ സാർ ആയിരിക്കും അതിന് ആൻസർ പറയേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ നമുക്ക് കുട്ടികളുടെ ലിസ്റ്റ് വേണം, കുട്ടികളുടെ നെയിം, അതേമാതിരി തന്നെ അവരുടെ മെയിൽ ID, ദെൻ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ. കാരണം നമ്മൾ ഇതിന് ശേഷം 1 year-ഓളം ഇവരെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ടാവും. അവര് കുറെ കോൺടെസ്റ്റും അതേമാതിരി തന്നെ എന്തെങ്കിലും സെമിനാറൊക്കെ വെച്ചിട്ട് അവരെ എൻഗേജ് ചെയ്യിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ഇപ്പോൾ 3 ദിവസം നല്ല രീതിയിൽ നമുക്ക് ഈ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ എല്ലാ ടീച്ചേഴ്സിനും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ലിബിൻ സർ. ഹലോ. ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആദ്യത്തെ 3 ദിവസത്തെ സെഷൻസ്, മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ സെഷൻസ്, ടീച്ചേഴ്സ് അവരുടെ ഫ്ലെക്സിബിലിറ്റിയിൽ അവർ ചെയ്യട്ടെ. 2 hours സെഷൻ വെച്ച് മൊത്തം 6 hours ആണല്ലോ പ്ലാൻ ചെയ്യുന്നത് സ്റ്റുഡൻസിന്. പറഞ്ഞ 3 ഓരോ സെഷനും ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന 3 സെഷനും 2 മണിക്കൂർ വെച്ചിട്ട് 3 ദിവസമായിട്ട് എടുക്കാനാണല്ലോ. ഈ ചിലപ്പോൾ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഇച്ചിരി സമയം കുറഞ്ഞോ അല്ലെങ്കിൽ വേറെ ദിവസം കൂടിയോ, അത് ഫ്ലെക്സിബിൾ ആയിട്ട് ടീച്ചേഴ്സ് ചെയ്യട്ടെ എന്ന് വെക്കാം അല്ലെ. അതിനു മുൻപ് എല്ലാ ടീച്ചേഴ്സും അവരാർക്കൊക്കെയാണ്, ഏത് സ്റ്റുഡൻസിനാണ് സെഷൻ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങളൊരു വേർഡ് ഫയലിൽ സ്റ്റുഡൻസിന്റെ പേരും അവരുടെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും പറ്റുമെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കിയാലും മതി. ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കിയിട്ട്, കാരണം നമുക്ക് ഇതെല്ലാം നാക്കിന്റെ പ്രോസസ്സിന് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര അവേഴ്സ് ഇപ്പം നമുക്ക് ഈ പ്രോഗ്രാം നമ്മൾ വേറെ കുറച്ച് അവേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ നാക്കിൽ കാണിക്കുന്നത്. അതിന് കുഴപ്പമില്ലല്ലോ, അഖിലിന് പ്രശ്നമില്ലല്ലോ. അത് മാത്രമല്ല നമ്മളൊരു MOU ഇവരുമായിട്ട് സൈൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉദ്യം ഫൗണ്ടേഷനുമായിട്ട് ഒരു 1 year long സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും, സ്റ്റുഡൻസിന് ഇതുപോലെയുള്ള ഓണ്ടർപ്രണറിയൽ ഹെൽപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഇവർ തയ്യാറാണ്. അപ്പോൾ ഒരു MOU നമ്മൾ സൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇനി വരുന്ന ബാച്ചുകളിലെ സ്റ്റുഡൻസിനൊക്കെ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഇങ്ങനെ ഒരു ഓണ്ടർപ്രണറിയൽ മേഖലയിൽ അവർക്കൊരു ഇൻസൈറ്റ് കൊടുക്കാനായിട്ട് ഇവർ തയ്യാറാണെന്ന് അഖിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു മ്യൂച്വൽ കോപ്പറേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. മാത്രമല്ല ഉദ്യം ഫൗണ്ടേഷൻ കേരള ഗവൺമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ അഖിൽ? കൈറ്റ് വിഷ്വൽസ് ചാനലിൽ അവരുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളിൽ അവർ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, കുട്ടികളെ ആണെങ്കിലും നമുക്ക് വിശ്വസിച്ച് ഇവർക്ക് വേറെ ഒരു ലാഭവും ഇവരുടെ ഒരു പ്രോഗ്രാം ഇവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന എല്ലാ ക്ലാസ്സുകളും ഫ്രീ ആണ്, ഒരു കോസ്റ്റ് പോലും ഇൻവോൾവ് അല്ല. അതുകൊണ്ട് മാക്സിമം ബെനിഫിറ്റ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു സെഷൻ കൊണ്ട് നമുക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് അത്രയും അങ്ങോട്ട് ഒരു സ്കിൽ, ഒരു എന്റർപ്രണറിയൽ സ്കിൽ ഇംപൈബ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ പിന്നീട് അതിനകത്ത് ചിലപ്പോൾ ഒരു 5 കുട്ടികളായിരിക്കും സെലക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അവരെ നമുക്ക് ഇവരുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ നടത്തി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്റർപ്രണറിയൽ എന്താ പറയാ പേഴ്സൺസിനെയൊക്കെ കൊണ്ടുവന്ന് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യിച്ച് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് ഒരു കുട്ടി ഒരു മീഡിയയിൽ വന്നാൽ മതി, അപ്പൊ തന്നെ കോളേജ് വളരെ ഫേമസ്. ആ കുട്ടിയുടെ തന്നെ എന്താ പറയണേ ഫോർച്യൂൺ അതോടെ ഓപ്പൺ ആവും. ആരെങ്കിലും വന്നാൽ മതി. ഇപ്പം ഞാൻ ഈ വർഷം തന്നെ ഫസ്റ്റ് ഇയറിലെ കുറെ കുട്ടികൾ ഇന്റേൺഷിപ്പിന് സിംഗ്ലിൻ എന്നുള്ളൊരു ബോംബെ ബേസ്ഡ് കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ അവിടുത്തെ മാഡം, അവിടുത്തെ HR മാഡം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു വളരെ കഴിവുള്ള, വളരെ ടാലന്റഡ് ആയിട്ടുള്ള, ഔട്ട് ഓഫ് ബ്ലൂ ചിന്തിച്ച 2 കുട്ടികളെയാണ് അവർ സെലക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒത്തിരി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒത്തിരി കൂടുതലായിരിക്കും. ചിലപ്പം അതിനകത്ത് 300 കുട്ടികളിൽ ഒരാളായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ഉയർന്നു വരുന്നതൊക്കെ. അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ ഇപ്പം ഗസ്റ്റ് ഫാക്കൽറ്റീസ് ഉൾപ്പെടെ എല്ലാവരും വേണം. അതുപോലെ തന്നെ കോംപ്ലിമെന്ററി പേപ്പർ എടുക്കുന്നവര് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്യുക. നിങ്ങൾ ക്ലാസിന്റെ ടൈമിലാണെങ്കിൽ പോലും കുറച്ച് സമയം ക്ലാസിന്റെ മെയിൻ ടോപ്പിക് എടുത്തതിന് ശേഷം ബാക്കി സമയം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇതിന്റെ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് അറിയാമെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലോ മൊത്തം ഉള്ളത്. അപ്പോൾ ഓൾറെഡി സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ അവരുടെ നെറ്റ്വർക്കും ഡേറ്റയും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ വെച്ചായിരിക്കും ചിലപ്പം പറ്റുന്നത്. അപ്പൊ ചിലപ്പോൾ ഇച്ചിരി ദിവസങ്ങൾ കൂടി പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ.
നമുക്ക് അല്ല ഇടയ്ക്ക് സാർ, വരത്തില്ല നമ്മള് ഇതിനകത്ത്. ദിവസങ്ങള് കൂടിയാലെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇതിന്റെ ഒരു നമ്മള് ടൈം ചെയ്തേക്കണത് ഈ 3 ദിവസങ്ങളിലാണ്. അപ്പോ അതിൽ തന്നെ ഒരു 1 hour എടുത്തിട്ട് പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 1 hour ചെയ്യാം. മാക്സിമം നമുക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ സർട്ടിഫിക്കറ്റും കൊടുക്കണല്ലോ അല്ലേ? സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റിന്റെ കാര്യം നോക്കണം. പിന്നെ സാർ അതേമാതിരി തന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ സെഷൻ എടുക്കുമ്പോൾ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ വാട്സ്ആപ്പ് ഇതിലെടുക്കുന്ന സൂം വഴിയാണെങ്കിൽ സൂം വഴിയായിട്ടും ആണെങ്കിലും ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ ഗൂഗിൾ മീറ്റ് അതിന്റെ ലിങ്ക് നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നിടണം. ഇപ്പൊ ഞാനിപ്പോ ഞങ്ങൾ ആരെങ്കിലും ഒബ്സർവ് ചെയ്യാനുണ്ടാവും. ജസ്റ്റ് ഇപ്പോ റാൻഡമായിട്ട് ഒബ്സർവ് ചെയ്യാൻ നടക്കുള്ളൂ. കാരണം ഇത്രയും ഇത് പോവാണ്, ഇത്രയും ടീച്ചേഴ്സ് ഉണ്ട്, ഇത്രയും കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾക്കും ഫാക്കൽറ്റീസിന് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് റാൻഡമായിട്ട് ചെക്ക് ചെയ്യാനേ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തായാലും സെക്ഷൻ നടക്കുമ്പോൾ എല്ലാവരും ലിങ്ക് നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടാം. അതുപോലെ തന്നെ അറ്റൻഡൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അറ്റൻഡൻസും എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒന്ന് നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. പിന്നെ ടീച്ചേഴ്സിന്റെ ലിസ്റ്റ് ഞാൻ തരാം. ആരൊക്കെ അറ്റൻഡ് ചെയ്തു എന്നുള്ള ടീച്ചേഴ്സിന്റെ ലിസ്റ്റ് ഞാൻ തരാം. ഓക്കെ. അപ്പോ നാളത്തേക്ക് പ്രതീക്ഷിക്കാലോ അല്ലെ? സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് നാളെ വേണോ അതോ മൺഡേ മതിയോ? മൺഡേ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മൺഡേ രാവിലെ തന്നാൽ മതിയോ? ഓക്കെ. അപ്പോ മൺഡേ രാവിലെ ഓരോ ടീച്ചർമാരും ഇട്ടാൽ മതി. ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഓരോ ടീച്ചേഴ്സും സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ഇട്ടാൽ മതി. അപ്പൊ അതാവുമ്പോ ബുദ്ധിമുട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഒരാൾ തന്നെ ഇതിന്റെ ഇനീഷ്യേറ്റീവ് എടുക്കണം. ശരിയാ. അതെ, ഒരു ഗൂഗിൾ ഫോം ഉപയോഗിച്ച് എല്ലാവരുടെയും കളക്ട് ചെയ്താൽ മതി. ഓരോ ക്ലാസ് ടീച്ചേഴ്സും ഗൂഗിൾ ഫോം ഉപയോഗിച്ച് ആ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എപ്പോഴാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന ടൈമും പറഞ്ഞാൽ മതി. ഞങ്ങള് മാക്സിമം എല്ലാ ക്ലാസ്സിലും നമ്മൾക്ക് റാൻഡം ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്യാൻ നമ്മൾ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ നമുക്കൊരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറ്റിയെടുക്കുക ഇതിനെ. അപ്പൊ നമുക്ക് ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലെ ഒരു MOU സൈൻ ചെയ്തിട്ട് ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അവരെ ഇതിലോട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇങ്ങനൊരു പ്രോഗ്രാമിലോട്ട്. ഓക്കെ. ടീച്ചേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ. ക്ലാസ് എടുക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് ചോദിക്കാം. ഇപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സർ. അപ്പൊ നെക്സ്റ്റ് വീക്ക് ടീച്ചേഴ്സ് ഈ സെഷൻസ് ഇവിടെ എടുത്തിരിക്കുന്ന 3 സെഷൻസും കുട്ടികളിലോട്ട് എത്തിക്കുക. ഓൺട്രപ്രണർഷിപ്പിനെ പറ്റിയുള്ള ആദ്യത്തെ സെഷനും രണ്ടാമത്തെ സെഷൻ അവരുടെ ഓൺട്രപ്രണറിയൽ സെൽഫ് കണ്ടുപിടിക്കാനും അതുപോലെ മൂന്നാമത്തേത് എങ്ങനെ അത് പ്രസന്റ് ചെയ്യാം എന്നുള്ള ആ 3 സെഷൻസ് ആണ് നെക്സ്റ്റ് വീക്ക് കുട്ടികളിലോട്ട് എത്തിക്കേണ്ടത്. അവർക്ക് ചിലപ്പോൾ ഇമീഡിയറ്റ് കോണ്ടെക്സ്റ്റ് അവർക്ക് അത്രയും ഒരു ഇതായിട്ട് തോന്നണമെന്നില്ല. പക്ഷെ പിന്നീട് അവരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് പിന്നീട് അവർക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത എന്തോ പറഞ്ഞു. നമുക്ക് LEയുടെ സെഷൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു ഡേറ്റ് നമ്മൾ ഡേറ്റ് പറയുന്നത് തേഴ്സ്ഡേ ആണ്. അപ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർനൂൺ കുഴപ്പമില്ലല്ലോ. ആഫ്റ്റർനൂൺ നമുക്ക് ഫിക്സ് ചെയ്യാം. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമാണ് നമുക്ക് വേണ്ടത്. കാരണം കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ആണ് അതിൽ വേണ്ടത്. അതെ. അപ്പൊ അതുകൊണ്ട് ഈവനിങ് ഒക്കെയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ തോന്നുന്നു. കുട്ടികൾ വീട്ടിലൊക്കെ എത്തുന്ന സമയത്ത് കുറെ കുട്ടികൾ കോളേജിൽ ഉണ്ടാവും. അപ്പൊ അതിനുശേഷം അവർ വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കോളേജിനോട് ചോദിക്കണം. നമുക്ക് കാർമൽ കോളേജിനോട് ചോദിക്കാം. ടീച്ചേഴ്സ് ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാം. നമുക്കൊരു 3:30 4 മണിക്കോ വല്ലതും പ്രോഗ്രാം അറേഞ്ച് ചെയ്താലോ? ഓണ്ടർപ്രണറുമായിട്ടുള്ള ഇന്ററാക്ഷൻ, കുട്ടികളുടെ ഇന്ററാക്ഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്ന് പറയുമോ? കുട്ടികളുടെ ഇന്ററാക്ഷൻ 4 മണിക്ക്. PG കുട്ടികളെ ഇതിനകത്ത് ഇൻവോൾവ് ആക്കാലോ അല്ലെ അഖിൽ? സാർ എല്ലാ കുട്ടികളെയും ഇൻവോൾവ് ആക്കാം. ഓക്കെ. PG സ്റ്റുഡൻസിനെ ഉൾപ്പെടെ ഇൻവോൾവ് ആക്കുക. PG സ്റ്റുഡൻസിനൊക്കെ, കാരണം അവർക്ക് കാര്യം കുറച്ചുകൂടെ ഐഡിയാസ് ഉണ്ടാവാൻ സാധ്യതയും തോന്നുന്നു. കുറച്ചുകൂടെ മെച്ചൂർ ആണല്ലോ അവര്. അപ്പൊ അവരെയും കൂടെ അതിനകത്തോട്ട് ഇൻവോൾവ് ആകുക. ഗസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ സെൽഫ് ഫിനാൻസിങ്ങോ ഗസ്റ്റ് ലെക്ചറേഴ്സോ അങ്ങനെ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ ടീച്ചേഴ്സും അത് കുട്ടികളിലോട്ട് എത്തിക്കുക പ്രോഗ്രാം. നിങ്ങൾ പറഞ്ഞ പോലെ അത് കോംപ്ലിമെന്ററി എടുക്കുന്നവരാണെങ്കിൽ ഒരു ഹാഫ് കുട്ടികളെ നിങ്ങൾ സെലക്ട് ചെയ്ത് ഒരു ബാച്ച് ചെയ്യുന്ന അങ്ങനെ കുറച്ച് കുട്ടികളെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാലോ. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ അത് പ്ലാൻ ചെയ്യാം.
അപ്പോൾ ഇതൊന്നും നമുക്ക് നാക്കിന് ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് നമുക്കില്ല. ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നാക്കിന് നമുക്ക് വെക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ അറ്റൻഡൻസും ഒക്കെ നമുക്ക് വേണം, അല്ലെ? അറ്റൻഡൻസ് വേണ്ടെങ്കിൽ അപ്പോൾ അറ്റൻഡൻസ് നമുക്ക് ഇവർക്കും കൊടുക്കാനായിട്ട് വേണം, അതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് വേണം. കാരണം അറ്റൻഡൻസിന്റെ ഇവരുടെ പ്രസൻസ് മാർക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു ഫോർമാറ്റ്, അത് ഗൂഗിൾ ഫോമിൽ കൂടെയോ ഫീഡ്ബാക്കിൽ കൂടെയോ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുത്താലും മതി. എന്നിട്ട് അത് IQAC-ലോട്ട് ഒന്ന് അയച്ചു തരണം. അപ്പോൾ അത് വേണം നമ്മൾ നാക്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്തെങ്കിലും പറയാനുണ്ടാകില്ലേ? ഇല്ല സാർ, അപ്പോ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പറഞ്ഞു ക്യാൻ വി ഇൻക്ലൂഡ് അലുമിനി? വിജിത മിസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിൽ എന്താ പറയണേ, അലുമിനി സ്റ്റുഡൻസിനെ നമ്മുടെ പാസ് ഔട്ട് ആയി പോയ കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ല. അതായത് നമ്മളിപ്പോ അവിടെ കുട്ടികൾ ഓവർ ആണെങ്കിൽ, അതായത് ഇപ്പൊ നമുക്ക് അത് പ്രോബ്ലം ഇല്ല, നമുക്ക് ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് തന്നാൽ മതി. ഓക്കെ, അത് നല്ല കാര്യമായിരിക്കും. കാരണം അവരായിരിക്കും ചിലപ്പം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യത. നല്ല ടാലന്റഡ് ആയിട്ടുള്ള അലുമിനി ഒക്കെ ഉണ്ടാവും പല ബാച്ചുകൾക്കും. അപ്പം അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. നോ പ്രോബ്ലം. മാക്സിമം നമ്മളുടെ എന്ന് പറഞ്ഞാൽ മാക്സിമം കുട്ടികളിലേക്ക് ഇത് ഡെലിവർ ചെയ്യാന്നാണ് നമ്മളുടെ ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ ഉദ്ദേശം. മാക്സിമം കുട്ടികൾ ഡെലിവർ ചെയ്യുക, മാക്സിമം കുട്ടികൾക്ക് ബിസിനസ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക, അതാണ് നമ്മളുടെ എയിം. അതെ, ഓക്കെ, അങ്ങനെ ഒരു നല്ല ഒബ്ജക്റ്റീവ് ആണ്. കാരണം നിങ്ങളൊരു പ്രോഫിറ്റും ആഗ്രഹിക്കാതെ, ഞാനിങ്ങനെ കുറെ അന്വേഷിച്ചിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴും ഇത് തന്നെയാണ് മനസ്സിലാക്കിയത്. ഒരു പെർഫെക്റ്റ്ലി ഇത് കോർപ്പറേറ്റ് ഫണ്ടഡ് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് വേറൊരു ഫിനാൻഷ്യൽ സോഴ്സ് ആവശ്യമില്ലാതെ ഇത് ചെയ്യാൻ പറ്റുന്നതൊക്കെ. ഏതായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് വളരെ കുറച്ച് കോളേജുകളിൽ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ളൂ. ഭാവിയിൽ ഇനി ഒത്തിരി കോളേജുകളിലോട്ടൊക്കെ നിങ്ങൾ വരുമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ഒരു നെറ്റ്വർക്കും കുറച്ചുകൂടെ ഒക്കെ പരിചയവും ഒക്കെ ആവും. ആദ്യം കോളേജുകളിലെ പിന്നെ കുട്ടികളുമായിട്ട് നേരിട്ട് നിങ്ങൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഭാവിയിൽ നിങ്ങൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഒരു പൾസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഞങ്ങളിപ്പം കുട്ടികളുടെ പൾസ് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എത്രമാത്രം ഇത് എഫക്റ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു ചോദ്യമുണ്ട്. അവർക്ക് എത്രമാത്രം അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 1000-ൽ 1-2 പേർക്കെങ്കിലും ചെയ്താൽ പോലും അതെങ്കിലും ആവട്ടെ എന്ന് കരുതിയത്. അപ്പോൾ കുട്ടികളെപ്പോഴും എല്ലായിടത്തും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരേ വേവ് ലെങ്ത് ആവില്ലല്ലോ. അപ്പോൾ വേറൊരു കോളേജിലും ഈ കോളേജും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേ ഏതായാലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം സ്റ്റുഡൻസിന്റെ അടുത്തോട്ട് ഇത് എത്തിക്കാനായിട്ട്. അവരെത്രമാത്രം റിസപ്റ്റീവ് ആകും എന്നുള്ളത്. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പറയാം. അതെ, അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു വന്ന ഇത് കഴിഞ്ഞ നവംബർ മുതലേ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. അപ്പം ഓൺലൈൻ മാറി ഓഫ്ലൈൻ ആകുമ്പോൾ നടത്താമെന്നൊക്കെയുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ അതും ഇതുപോലെ പോകുന്നതുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റിയില്ല. ഏതായാലും ഇത്ര എഫോർട്ട് എടുത്ത്, തിരക്കുകൾ ഒത്തിരി ഉണ്ടെന്ന് അറിയാം അഖിലും നിങ്ങളുടെ ഉദ്യം ഫൗണ്ടേഷനും ഒക്കെ. അപ്പോൾ ഈ തിരക്കുകളെല്ലാം ഇടയിൽ നമുക്ക് വേണ്ടി ഇത്രയും സമയം 2 ദിവസം കണ്ടെത്തി, അടുത്ത ആഴ്ചയും ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ആ സമയം കണ്ടെത്തുന്നതിന്റെ ആ ഒരു മനസ്സിനൊക്കെ വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു, ഒത്തിരി നന്ദി പറയുന്നു. കോളേജിന്റെ പേരിലും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് സെല്ലിന്റെ പേരിലും അതുപോലെ IQAC-യുടെ പേരിലും ഉദ്യം ഫൗണ്ടേഷനും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഖിൽ സന്തോഷും അതുപോലെ തന്നെ സിനു സെബാൻ, അതുപോലെ തന്നെ നസറീൻ മാഡം, അതുപോലെ തന്നെ സുഹൈൽ, അതുപോലെ വികാസ്, നിങ്ങളെല്ലാവർക്കും, നിങ്ങളൊരു ടീം ഉദ്യമിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി ഇതുപോലെയുള്ള പ്രോഗ്രാംസുമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഉയരങ്ങളിലെത്താൻ പറ്റട്ടെ. അതുപോലെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ മൊത്തത്തിൽ നിന്നും ചെറുപ്പക്കാരായിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിനൊക്കെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ കുട്ടികളും അതിനകത്ത് ഉൾപ്പെടട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം നന്ദി. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രിൻസിപ്പലിന്റെ പേരിൽ, പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞിരുന്നു ആൾക്ക് കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ പ്രിൻസിപ്പലിന്റെ പേരിൽ ഒക്കെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള പേരിലൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാനിങ്ങിലുണ്ടെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും സഹകരിച്ചു. എന്താ പറയുക, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രമാത്രം കോപ്പറേറ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ വീട്ടിലൊക്കെയുള്ള കുറേ റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പലപ്പോഴും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ പോയി. ഇപ്പൊ തന്നെ ഞാനും വന്ന് കയറിയപ്പോൾ തന്നെ 6:10 ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് ഓൺ ആക്കിയതൊക്കെ. വീട്ടിലെത്താൻ ലേറ്റ് ആയി. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി റെസ്ട്രിക്ഷൻസ്, ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇത്രയും കുട്ടികൾക്ക് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ കരിയർ ഗൈഡൻസ് സെല്ലിലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലിനറ്റ് മിസ്സും നജീബ് സാറും, ഞങ്ങൾ 3 പേരുമാണ് കരിയർ ഗൈഡൻസിന്റെ ഇൻചാർജ് ആയിട്ടുള്ളത്. ലിനറ്റ് മിസ്സിനും നജീബ് സാറിനും ഒക്കെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ IQAC-യുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഷെർലി മിസ്സിനും, അതുപോലെ എൻ്റെ IQAC ജോയിന്റ് കോർഡിനേറ്റർ ആയിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നിതിൻ സാറിനും നന്ദി പറയുന്നു. എല്ലാ ടീച്ചേഴ്സിനും നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രോഗ്രാം, അതിനേക്കാളെല്ലാം ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനുള്ള അനുവാദവും തന്ന, അതിനുള്ള അവസരം ഒരുക്കി തന്ന പ്രിൻസിപ്പലിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു.
സിനു സാറിന് ഒരു പ്രത്യേകം നന്ദി. സിനു സാറാണ് ഇത്രയും എഫോർട്ട് എടുത്ത് ക്ലാസ്സസ് കൈകാര്യം ചെയ്ത് സാറിന്റെ വാക്കുകളിലെ ആ ഒരു സിൻസിയറിറ്റി റിഫ്ലക്ട് ചെയ്യാനായിട്ട് എനിക്ക് നന്നായിട്ട് സാധിച്ചു. സാറിന് ആഗ്രഹമുണ്ട് ഒത്തിരി ഇത് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് നന്നായിട്ട് ആളുടെ വാക്കുകളിൽ കിട്ടി. പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഒക്കെ ഒരു പരിമിതികളൊക്കെ ആയിരിക്കാം, ഒരുപക്ഷെ ഫുൾ ആയിട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നി. പക്ഷെ ആളുടെ ആ ഒരു സിൻസിയറിറ്റി, എനിക്ക് ഒരുപക്ഷെ നേരിട്ട് ക്ലാസ് എടുക്കാൻ വന്നിരുന്നെങ്കിൽ സാറ് ഇതുപോലെ ഇതിനേക്കാളൊക്കെ വളരെ സൂപ്പറായിട്ട് ഞങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ സാറിന് സാധിച്ചു. ഓൾറെഡി സാധിച്ചു, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സാറിന് സാധിക്കും. നെറ്റ്വർക്കിന്റെ ഒക്കെ ഇഷ്യൂ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾക്കും അറിയാം. കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിട്ട് ക്ലാസ്സിൽ വന്നെടുത്തതും കഴിഞ്ഞ നാളുകളിൽ ഓൺലൈനിൽ എടുത്തുന്നുള്ള വ്യത്യാസം ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ടും തോന്നില്ല. ഏതായാലും സിനു സാറിന് ഒത്തിരി നന്ദി, ഇങ്ങനൊരു ക്ലാസ് ഓർഗനൈസ് നടത്തിയതിൽ സാർ എടുത്തതിലൊക്കെ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഒക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കില്ലെങ്കിൽ Vikas, can you say something? Vikas. Oh, Vikas is there. Okay, Vikas. Yeah. Hi, Libin. Hi, good evening, all of you. Good evening. I could not understand actually what was being said. No, there is. I'm very thankful to you, Vikas, for yes. for standing behind this program, organizing the technical support, giving the technical support for the Udyam Foundation to make it possible. We offer you all the thanks and our gratitude to you, Vikas. Yeah, thank you, Libin, a lot. And first of all, thanks to all the teachers giving their time in the evening, and that too on a Friday, to attend this program. That's that speaks a lot volumes about the commitment of the teachers towards their students and making this program successful. So thanks a lot, all of you teachers who have been a participant in this program, and thank you, Libin, for giving us the opportunity to conduct this program. So all the materials I have shared it on the WhatsApp group. I'll share the link of the drive also, from where all the materials can be, resources can be downloaded. Yeah, that would be helpful. Yeah. And also I'll share the feedback form for all of you, so that give your feedback. That feedback is anonymous, everything. So, so that, because your feedback only will make this program better, and it will also help us to reach out to more people. So feedback is most welcome, and I'll share the feedback link on the WhatsApp group, and I'll welcome all your feedbacks. Would like to go through it. Yeah. Ma'am, thank you, Udyam team, for the great effort. Thank you, ma'am, all of you. Thanks all of you for this. And any questions, anything, my number is there on the WhatsApp group. You can reach out to me directly on this about any nitty-gritties of the program. Any questions you have, anything, any confusion you have it in mind, you can reach out to me anytime on the WhatsApp number. Yeah. Oh, sure, sir. Sure. So, shall we conclude the session now? Yes, sir. Okay. Thank you. Okay. Thank you. Thank you very much. Thank you.